എല്ലാവർക്കും ജയാർസ്യം ഗുഡാർസ്യം ജയ് ഹിന്ദ്. മാർച്ച് മാസത്തിന്റെ ചൂട് ഏറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനുള്ള ഓട്ടം നല്ല പവർഫുൾ ആയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഈ മാസം നിങ്ങൾ വെച്ച ടാർഗറ്റിലേക്ക് ഓടിയെത്താൻ സാധിക്കട്ടെ. അടുത്ത മാസം അതിന് വലിയൊരു ഊർജം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. അധികം വൈകിപ്പിക്കുന്നില്ല, നേരിട്ട് സെഷനിലേക്ക് നമുക്ക് കിടക്കാം. ദശരഥ അല്ലെ, അത് എന്താണ്, എങ്ങനെയാണ്, ആർക്കാണ്, എന്തിനാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ചെറിയൊരു സ്ലൈഡ് പ്രസന്റേഷനിലൂടെ കാണാം. സാറേ, എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, മാർച്ച് മാസം അല്ലേ, നമ്മൾ ഓടി ഓടി ക്ഷീണിച്ചു. കുറച്ച് പ്ലാനിങ് ഒക്കെ നമ്മൾ നടത്തിയിരുന്നു. എല്ലാം ചിലപ്പോൾ വിജയിച്ചോളുന്നില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ഭൂരിഭാഗവും വിജയിക്കുന്ന ഒരു സന്തോഷം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മുഖത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു ഈവനിങ്ങിലേക്ക് എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു. അപ്പോൾ എന്താണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ മാസം കഴിഞ്ഞ് ഇനി വരുന്ന കുറച്ച് മാസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ശരിയായ ഒരു പാറ്റേണിലാണോ പോകുന്നത്? ശരിയായ ഒരു ബിസിനസ് രീതിയാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്? ശരിയായ സിസ്റ്റത്തിലാണോ നമ്മൾ? ശരിയായ ആൾക്കാരുടെ ഒപ്പമാണോ നമ്മൾ? ശരിയായ ടാർഗറ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് അനലൈസ് ചെയ്ത് പോകാം. അപ്പോ ഏറ്റവും ആദ്യം നിങ്ങളോട് ചോദിക്കേണ്ടതാണ് ഗോൾഡൻ സർക്കിൾ എന്ന് പറയല്ലേ. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിനും, ഏതൊരു കാര്യം നമ്മൾ തുടങ്ങുന്നതിനും, ഏതൊരു കാര്യം നമ്മൾ ഏറ്റെടുക്കുന്നതിനേക്കാളും മുന്നേ നമ്മളോട് പ്രധാനമായിട്ട് നമ്മൾ ചോദിക്കേണ്ട 3 ചോദ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യമാണ് വൈ. എന്തിന് ഞാനത് ചെയ്യണം? വൈ ഡു യു ഡു വാട്ട് യു ഡു? ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? ഇപ്പൊ ആർസിഎമാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്തിനാണ് നമ്മൾ ഓരോരുത്തരും ആർസിഎം ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പൊ എന്റെ കാരണം എന്ന് പറയുന്നത് ധനമായിരിക്കാം, മറ്റൊരാൾക്ക് അംഗീകാരമായിരിക്കാം, മറ്റൊരാൾക്ക് സോഷ്യൽ സർക്കിൾ ആയിരിക്കാം, മറ്റൊരാളെ സംബന്ധിച്ച് താൽക്കാലികമായിട്ടുള്ള ഒരു വരുമാനമായിരിക്കും, മറ്റൊരാളെ സംബന്ധിച്ച് ഒരു സോഷ്യൽ സർക്കിളിന്റെ ഭാഗമാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളായിരിക്കും. പക്ഷെ എന്താണ് പർപ്പസ്? ഞാൻ ഈ ഒരു ദൗത്യം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു മിഷൻ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു അഭിയാൻ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ആർസിഎം ഏറ്റെടുക്കുന്നതിന്റെ കാരണം എന്താണ്? വിരോധമില്ലെങ്കിൽ വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നവർക്കും ഓഫ് ആക്കിയിരിക്കുന്നവർക്കും ഒരുപോലെ ഇതിൽ കമന്റ് ചെയ്യാം. നിങ്ങൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ആർസിഎമ്മിലേക്ക് വന്നിരിക്കുന്നത്? ചിലപ്പോ വരുമാനമായിരിക്കാം, ചിലപ്പോ വലിയൊരു വെൽത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കണം, ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി ആയിരിക്കാം, ഒരു മോണിറ്ററി ബെനിഫിറ്റിന് ഉപരി ഒരു എന്താ പറയാ, കാണാൻ പറ്റുന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. കാർ ആയിരിക്കാം, ബൈക്ക് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയിരിക്കാം, നിങ്ങൾക്കൊരു ഇൻഷുറൻസ് ആയിരിക്കാം, ഒരു സെക്യൂരിറ്റി ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഞാൻ ഇതിലേക്ക് വന്നിരിക്കുന്നത്? വൈ, വാട്ട് ഈസ് ദ പർപ്പസ്? ഏറ്റവും ആദ്യത്തെ ചോദ്യം അത്. പാസീവ് ഇൻകം ഇവിടെ രവിചന്ദ്രൻ സാർ എഴുതിയിട്ടുണ്ട്, മോഹൻദാസ് സാർ എഴുതിയിട്ടുണ്ട്, മണിന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ താഴത്തേക്ക് വരുമ്പോ യെസ്, കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇൻകം, മണി, പാസീവ് ഇൻകം അല്ലെ, ഭൂരിപക്ഷവും അത്തരത്തിലെ കമന്റുകളാണ്. നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, മിനി കെ എസ് മാഡം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എഴുതിയിട്ടുണ്ട്. ഷാജി എസ് പി ഇൻകം എഴുതിയിട്ടുണ്ട്. എസ് പി കെ ശ്രീഷൻ സാറ് ഫുൾഫിൽ ഡ്രീംസ്, സെക്യൂരിറ്റി, ഇൻകം, ഹാപ്പിനെസ്, ഹെൽത്ത്, വെൽത്ത്, അങ്ങനെ ഒരുപാട് അല്ലെ. അപ്പൊ നിങ്ങളുടെ പർപ്പസ് ക്ലിയർ ആണ്, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് പർപ്പസ് ക്ലിയർ ആണ്. ഇനി രണ്ടാമത്തതാണ്, ആ പർപ്പസിലേക്ക് നിങ്ങൾ തെരഞ്ഞെടുത്ത പാത എത്തരത്തിലാണ്? ഹൗ ഡു യു ഡു വാട്ട് യു ഡു? ഇപ്പോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതിന് വ്യക്തമായ ഒരു പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? അത് കമന്റ് ബോക്സിൽ ഇടുന്നില്ല, നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. വ്യക്തമായ ഒരു പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? മൂന്നാമത്തെ കാര്യം, വാട്ട് ദ ഹെൽ ഡു യു ഡു? എന്താണ് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിൽ 3 കാര്യങ്ങളാണ്. ഏതൊരു കാര്യവും നമ്മൾ ഏറ്റെടുക്കുന്നേക്കാളും മുന്നേ നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിൽ ഫലം കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഈ 3 ചോദ്യം നമ്മളോട് ചോദിക്കണം. വൈ ഡു യു ഡു വാട്ട് യു ഡു? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ എന്തിനാണ് ഏറ്റെടുത്തത്? എന്തായിരുന്നു എന്റെ പർപ്പസ്? ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ശരിയായ രീതിയിലാണോ ഞാൻ ചെയ്യുന്നത്? ഹൗ. വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ദ ഹെൽ ഡു യു ഡു? അതായത് ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ടോ, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ? ഈ 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് നിങ്ങളോട് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗം അതാണ് കിമർത്ഥം. കിമർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിമർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, വൈ എന്നാണ്. അതിന്റെ സംസ്കൃത വാക്കാണ്. എന്നും ഈ ഒരേപോലെ വൈ ആർസ്യം എന്ന് നാരായണ സാറെ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു എന്താ പറയാ, സ്ഥിരമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കില്ല. ഈ വൈയൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനൊന്ന് വേറിട്ട പേര് വിളിച്ച് കിമർത്ഥം. കിമർത്ഥം എന്ന് വെച്ചാൽ സംസ്കൃതത്തില് എന്തിന് ചെയ്യണം. അപ്പോ നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമുക്ക് 2 പേരുണ്ട്, അച്ഛനുമുണ്ട്, അമ്മയുമുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടി നമ്മൾ വളർന്നു വരുന്നതിന്റെ ഒപ്പം തന്നെ ഇവർക്ക് പ്രായം കൂടും. പ്രായം കൂടുമ്പോൾ ഇവർ നമ്മളോട് പറയും, മോനെ അല്ലെങ്കിൽ മോളെ ഒരു കല്യാണം കഴിക്കുന്നു പറയും. എന്തിനാ കല്യാണം കഴിക്കുന്നത്?
കാരണം ഇപ്പൊ എല്ലാ കാര്യങ്ങളും നടന്നൊക്കെ പോകുന്നുണ്ട്, അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്, വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്, അവനവന്റെ കാര്യമൊക്കെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ അച്ഛനും അമ്മയ്ക്കും പ്രായമായി വരിക, കുറച്ച് കഴിയുമ്പോൾ അവർ ഈ ഭൂമി വിട്ട് പോയി കഴിഞ്ഞാൽ മകനോ മകളോ ഒറ്റയ്ക്കാവും എന്നുള്ള ഒരു പേടി അവർക്കുള്ളത് കൊണ്ട് തന്നെ അവര് മകനോടോ മകളോടോ പറയും ഒരു കല്യാണം കഴിക്കാൻ. അവരൊരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യും, കല്യാണം കഴിക്കും, അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഫോമായി. ആ നെറ്റ്വർക്ക് കുറച്ചു കാലം ഇങ്ങനെ മുന്നോട്ട് പോകും. ആര്, ഭാര്യയും ഭർത്താവും കൂടി കുറച്ചു കാലം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും ഒരേ കാര്യങ്ങൾ തന്നെ സംസാരിക്കും. ഓഫീസിലെ വർക്ക്, വീട്ടിലെ പ്രഷർ, ഓഫീസിലെ പ്രഷർ, വീട്ടിലെ വർക്ക്. ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. അങ്ങനെ എന്തുണ്ടാവും, ഒരു കുട്ടിക്ക് അവർ ജനനം നൽകും. ആ കുട്ടി ജനിക്കുമ്പോൾ എന്തുണ്ടാവുന്നു, ഇവരുടെ ജീവിതത്തിൽ പുതിയൊരു എക്സൈറ്റ്മെന്റ് വരും. കുറച്ചു കാലം കുട്ടിയുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു, കുട്ടീനെ കല്യാണം കഴിപ്പിച്ച് വിടുന്നു. കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ വീണ്ടും പുതിയൊരാള് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നു. സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ഒന്നും കൂടി എക്സൈറ്റഡ് ആയി. കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഒരു കുട്ടി ഉണ്ടാവുന്നു. ഇവരെന്തായി, ഈ അച്ഛനും അമ്മയും ഒരു ഗ്രാൻഡ് പാരന്റ്സ് ആയിട്ട് മാറി. അപ്പൊ ഇതൊരു നെറ്റ്വർക്കാണ്. ഇന്ന് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും, സർവ്വചരാചരങ്ങളും ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഗവൺ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ് നമ്മൾ. അത് ആദവും ഈവയും തൊട്ടുള്ള കാലഘട്ടം തൊട്ടാ. അപ്പൊ നമ്മൾ എല്ലാവരുടെയും നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നെറ്റ്വർക്കാണ്. ഇത് ചെയ്യാതെ നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും നേടാൻ സാധിക്കില്ല. ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് വന്നിട്ട് 5 കൊല്ലമായി. വിപ്രോ എന്നൊരു കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. വരാനുണ്ടായ ഏറ്റവും വലിയൊരു കാരണം, ഞാൻ തുടക്കത്തിൽ ചോദിച്ചു നമ്മുടെയൊക്കെ പർപ്പസ് എന്താണ്. ഞാൻ ഓരോരുത്തരും ഓരോ കമന്റുകളാണ് പറഞ്ഞത്. ചിലർ പറഞ്ഞു വെൽത്ത് ആണ്, ചിലർ പറഞ്ഞു സോഷ്യൽ സർവീസ് ആണ്, ചിലർ പറഞ്ഞു ഇൻകം ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാൻ ശരിക്കും ഇതിലേക്ക് വന്നത് ഇതിന്റെ നെറ്റ്വർക്ക് സാധ്യത മനസ്സിലാക്കിയിട്ടാണ്. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ആധുനിക കാലഘട്ടത്തിലാണ്. ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ധനമുണ്ടായിട്ടോ ഒരുപാട് മണി ഉണ്ടായിട്ടോ കാര്യമില്ല. എന്ത് വേണം, കാര്യങ്ങൾ ശരിയായ സമയത്ത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന കഴിവും അറിവും സമയവും താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ വർക്കൗട്ട് ആവും. എനിക്ക് ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് ഒരു കാര്യം നടപ്പിലാവണമെങ്കിൽ ഞാൻ അംബാനി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, എനിക്ക് അവിടെ സാധാരണക്കാരോടൊപ്പം ക്യൂ നിന്നേ നടപ്പിലാവൂ അല്ലേ. കാരണം ഗവൺമെന്റ് ഓഫീസിൽ പൊതുവേ കാര്യങ്ങൾ നടക്കുന്നത് ഒരു സ്ലോ പേസിലാണ്. അപ്പോ അവിടെ എനിക്ക് ആരെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ എന്റെ കാര്യം പെട്ടെന്ന് നടക്കും. ഒരു തിയേറ്ററിൽ എനിക്ക് അവിടെ ടിക്കറ്റ് എടുക്കുന്ന ആളുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ അവിടെ ഏത് സിനിമ വന്നാലും ആദ്യത്തെ ടിക്കറ്റ് എനിക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും. എനിക്ക് എവിടെയെങ്കിലും വിദേശ യാത്ര പോകണമെങ്കിൽ എന്റെ സർക്കിളിൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ കറക്റ്റ് പാക്കേജ് ബഡ്ജറ്റ് വൈസ് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പുറമേ ഞാൻ എൻക്വയർ ചെയ്താൽ ആര് വേണമെങ്കിലും എന്നെ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. എന്റെ വീട്ടിൽ അപ്പോൾസ്റ്ററി വർക്ക് ചെയ്യാമെന്ന ഒരാള് ഒരു കാര്യം ചെയ്യാൻ ഇത്ര കാശ് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ക്രോസ് ചെക്ക് ചെയ്യാൻ എന്റെ ടീമിലോ അല്ലെങ്കിൽ എന്റെ ബിസിനസ്സിലോ അല്ലെങ്കിൽ എന്റെ കണക്ഷനിലോ ഒരാളുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതാണ്. വീട്ടിന് ആസ്പെറ്റോസ് ഇടണമെങ്കിൽ മൊത്തം സ്ക്വയർ ഫീറ്റ് കണക്കിലെടുത്ത് 3.5 ലക്ഷം രൂപ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രോസ് ചെക്ക് ചെയ്യാൻ എന്റെ ടീമിൽ ഒരാളുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏതൊരു കാര്യവും നടക്കണമെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് വേണം. ഇന്ന് ഗവൺമെന്റ് ഓഫീസ് ആയിക്കോട്ടെ, നമ്മുടെ റേഷൻ കടയിലെ കാര്യമായിക്കോട്ടെ, പഞ്ചായത്തിലെ കാര്യമായിക്കോട്ടെ, കോർപ്പറേഷനിലെ കാര്യമായിക്കോട്ടെ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ തൊട്ട് എല്ലാ കാര്യങ്ങളിലും നമുക്ക് സ്വാധീനം ചൊലിക്കുന്ന ആ മേഖലയെ പറ്റി അറിയുന്ന ഒരാൾ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ജീവിതം കുറച്ചും കൂടി സുഖകരമായിട്ട് മാറും. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻസിപ്പിളിനെ ആധാരമാക്കിയിട്ടുള്ളതാണ്. ദ പ്രോസസ് ഓഫ് ബിൽഡിംഗ് മ്യൂച്വലി ബെനിഫിഷ്യൽ റിലേഷൻഷിപ്സ് ആൻഡ് കണക്ടിംഗ് ഫോർ പർപ്പസസ് ഓഫ് ഹെൽപ്പ്, അഡ്വൈസ്, ഇൻഫർമേഷൻ, റിസോഴ്സ് ആൻഡ് വെൽബീങ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ ചെറിയൊരു റിക്വസ്റ്റ് പറയുകയാണ്. ഇപ്പൊ ഏകദേശം ഇവിടെ 570 പേരുണ്ട്. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം, RCM ബിസിനസ്സിലേക്ക് വരുന്നതിനേക്കാളും മുമ്പേ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫഷൻ താഴെ കമന്റ് ബോക്സിൽ ഇടുക. എന്ത് പ്രൊഫഷനിലാണോ നിങ്ങൾ ഉണ്ടായിരുന്നത് അതിനെ ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ചിലപ്പോൾ ടീച്ചർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു എഞ്ചിനീയർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഡോക്ടർ ആയിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള പ്രൊഫഷനിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ശ്രീകുമാർ സാറ് ടീച്ചറാണ്. ഓക്കെ. പ്രമീള സന്തോഷ് മാഡം LIC ഏജന്റ് ആയിരുന്നു. രാധാകൃഷ്ണൻ സാറ് പോലീസ്, എന്താ പറയാ, കോര സാറ് ഷെയർ ട്രേഡർ ആണ്. ജിഷ ഗിരീഷ് പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. പ്രിൻസ് സാറ് ഫാബ്രിക്കേഷൻ ആയിരുന്നു. ഫാർമസിസ്റ്റ് ഉണ്ട്, സ്റ്റോർ കീപ്പർ ഉണ്ട്. രഘു സാറ് ഓഫീസർ മാനേജ്മെന്റ് ആയിരുന്നു. നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരുന്നു കനകമ്മ മാഡം. അതുപോലെ തന്നെ അക്ഷയ സ്റ്റാഫ് ഉണ്ട്, റിട്ടയർഡ് ടീച്ചർ ഉണ്ട്, അക്കൗണ്ടന്റ് ഉണ്ട്, പേഴ്സണൽ സെക്യൂരിറ്റി ഉണ്ട്, ആസ്ട്രോളജർ ഉണ്ട്. ഇനി ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, നെറ്റ്വർക്കിന്റെ പവർ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഏകദേശം 50-ലധികം കമന്റുകൾ വന്നു. ഈ കമന്റുകളിലുള്ള ഓരോ ആൾക്കാരും അവർ ചെയ്തിരുന്ന ജോലി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓഫീസുമായിട്ടാണോ ബന്ധപ്പെടേണ്ടത്, നിങ്ങൾക്ക് ഏത് മേഖലയെ പറ്റിയിട്ടാണോ അറിവ് വേണ്ടത്, ഇതിൽ ഏതെങ്കിലും ഒരാളെ കോൺടാക്ട് ചെയ്താൽ ഈ പരിപാടി സുഖസുന്ദരായിട്ട് നടക്കും. ദിസ് ഈസ് ദ പവർ ഓഫ് നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കേണ്ടത്.
ഈ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് എത്ര ധനമുണ്ടോ, എത്ര ആരോഗ്യമുണ്ടോ, എത്ര പ്രശസ്തി ഉണ്ടോ എന്നുള്ളതിൽ ഒന്നും ഒരു പരിധിക്കപ്പുറം ഒരു കാര്യം വരില്ല. പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം കണക്ഷൻസ് ഉണ്ട്, എത്രത്തോളം നെറ്റ്വർക്ക് ഉണ്ട്, അതാണ് മാറ്റർ ചെയ്യുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോണം, ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ ഇങ്ങനെയൊന്നും കടത്തി വിടില്ല. അതിനെന്ത് വേണം? നല്ല നെറ്റ്വർക്ക് വേണം. അവിടെ നിങ്ങൾ ഉള്ളിലേക്ക് കടത്തി വിടാൻ പറ്റുന്ന ആരെങ്കിലും ആയിട്ട് നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിലേ പോവാൻ സാധിക്കൂ. മനസ്സിലാവുന്നുണ്ടോ? വി നീഡ് ടു ഹാവ് നെറ്റ്വർക്ക്, അല്ലെ? ഇപ്പൊ ഗോൾഡ് വർക്ക് ചെയ്യുന്ന മണികണ്ഠൻ സാർ ഉണ്ട്, ഏതാ ഗീജ അജയകുമാർ, LIC ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ ഉണ്ട്, ഹോസ്പിറ്റൽ അറ്റൻഡൻസ് ഉഷായി മാഡം ഉണ്ട്, ഫയർ ഫൈറ്റർ ശ്രീഷൻ സാർ ഫയർ ഫൈറ്റർ ആണ്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി ആരെ വിളിക്കാം? ശ്രീഷൻ സാറിനെ വിളിക്കാം. പക്ഷേ ഇതൊരു സാധാരണ മേഖലയിൽ ഇതറിയില്ല. വേറെ ഏത് മേഖല എടുത്താലും നിങ്ങൾ ഒരു ജോലി എടുത്ത് നോക്കിക്കോളൂ, അവിടെ എല്ലാവരും ഒരേ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരിക്കലും നെറ്റ്വർക്കിനുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്? നെറ്റ്വർക്കിനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കോണ്ടാക്റ്റുകളെ വലുതാക്കാനുള്ള ഒരു സാധ്യത ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരുന്നുണ്ട്, അല്ലെ? ഇതുപോലെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്റെ വീട്ടിലേക്ക് ആസ്പെറ്റോസും അതേപോലെ തന്നെ അപ്പോളിസ്ട്രി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. ആ വ്യക്തിയോട് ഞാൻ RCMനെ പറ്റി സംസാരിച്ചു. ആൾ ആദ്യം ഒന്നും കേട്ടില്ല. ആള് ഓക്കെ ഓക്കെ ചേട്ടാ, കുഴപ്പമില്ല, ഞാൻ ഇതൊന്ന് തീർത്തിട്ട് പോവാന്നുള്ളൊരു മനോഭാവത്തോടു കൂടി ആളെന്നെ നോക്കി. അങ്ങനെ ഇരിക്കവേ എന്റെ ടീമിൽ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, സാറേ നല്ല വർക്ക് ചെയ്യുന്ന ആരെങ്കിലും അറിയോ ചോദിച്ചാൽ ഞാൻ ഈ വ്യക്തിനെ അവിടേക്ക് റെഫർ ചെയ്യും. അങ്ങനെ 1-2 റെഫറലിന് ശേഷം ഇദ്ദേഹത്തിന് മനസ്സിലാവും ഇവിടെ കൊള്ളാം, അത്യാവശ്യം റെഫറൻസ് ഒക്കെ കിട്ടുന്നുണ്ട്, എന്നാൽ പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു ബിസിനസ് ഞാൻ ഏറ്റെടുത്ത് ചെയ്യാം. അങ്ങനെ അദ്ദേഹം എന്റെ ബിസിനസ്സിലേക്ക് ഏറ്റെടുത്ത് വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ എമർജൻസി വരുന്നതും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വരുമ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യമില്ല. എന്ത് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഞാൻ പറയും, പേടിക്കണ്ട, ഒരു നല്ലൊരു കൗൺസിലർ ന്യൂട്രീഷൻ സംബന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ എന്റെ പക്കലുണ്ട്, അതാണ് കനകമ്മ മാഡം. അങ്ങനെ കനകമ്മ മാഡത്തിനെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. അവിടെ എന്തുണ്ടാവുന്നു? നെറ്റ്വർക്കിന്റെ പവറാണ് ഈ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കുക അതൊക്കെ പരിഹരിച്ച് കഴിയുമ്പോൾ കനകമ്മ മാഡത്തിന് ഒരു വിദേശ ടൂർ പോകണം എന്നൊരു ആഗ്രഹം വരികയാണ്. അങ്ങനെ എന്നോട് ചോദിക്കുന്നത്, സാറേ പരിചയത്തിൽ ആരെങ്കിലും? ഓഫ് കോഴ്സ് പരിചയത്തിൽ ആൾക്കാരുണ്ട്. പരിചയത്തിൽ ആരുള്ള? നോബിൾ സാറിന് ടൂറിസ്റ്റ് മേഖലയിൽ വർക്ക് ചെയ്ത ആളാണ്. അങ്ങനെ കണക്ട് ചെയ്യുന്നു. ഇതാണ് ഈ നെറ്റ്വർക്കിന്റെ ബ്യൂട്ടി. ഈ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കാതിരിക്കുന്നത്. ഈ നെറ്റ്വർക്കിന്റെ 99% കാര്യങ്ങളും നമ്മൾ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തില്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു സ്ഥിരമായിട്ടുള്ള ഒരു ട്രഡീഷണൽ മൈൻഡ് സെറ്റിലാണ് ചിന്തിക്കുന്നത്. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് സോഷ്യൽ ക്യാപിറ്റൽ, ദ പൊട്ടൻഷ്യൽ ടു ഒബ്റ്റെയിൻ റിസോഴ്സസ്, ഫേവർ ആൻഡ് ഇൻഫോർമേഷൻ ത്രൂ പേഴ്സണൽ കണക്ഷൻ. വ്യക്തിപരമായ കണക്ഷനിലൂടെ നമുക്ക് റിസോഴ്സസിലെ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അറിവ്, കഴിവ്, അതേപോലെ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് അതൊക്കെ ശേഖരിക്കാൻ പറ്റുന്ന ഏറ്റവും മൂല്യമുള്ള ഒരു മൂലധനമാണ് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ സോഷ്യൽ ക്യാപിറ്റൽ ഉള്ള ആൾക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതിന്റെ കുറച്ച് ഗുണങ്ങൾ, അല്ലെ, ഈ നെറ്റ്വർക്കിംഗ് സ്കില്ല് ഉള്ള വ്യക്തികളുടെ കുറച്ച് ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാണ്, അവരുടെ കരിയറിൽ അവർക്ക് വെച്ചടി കയറ്റുണ്ടാവും, അല്ലെ? നമ്മുടെ മേഖലയിലേക്ക് ഇപ്പൊ RCM എന്നൊരു ബിസിനസ് ഒരു നെറ്റ്വർക്കിങ്ങിന്റെ ബിസിനസ്സാണ്. ഒരുപാട് കഴിവും അറിവും സമയവും താല്പര്യമുള്ള ആൾക്കാർ വരുമ്പോൾ എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ കരിയർ ഡെവലപ്പ് ആവും. നമ്മുടെ എക്സ്പാൻഷൻ, എന്ത് എക്സ്പാൻഷൻ? നോളജ് എക്സ്പാൻഷൻ. ഞാൻ ഈ മേഖലയിലേക്ക് വരുമ്പോൾ എനിക്ക് ഇന്ന് ഞാൻ അറിയുന്ന ഭൂരിഭാഗം കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു അറിവുണ്ടാകുന്നില്ല. ന്യൂട്രീഷൻ എത്ര ഉള്ളിലേക്ക് ചെല്ലണം, എത്ര പ്രോട്ടീൻ ഒരു ദിവസം നമ്മൾ ഇൻടേക്ക് ചെയ്യണം എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പെയിന്റ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഗാർഡൻ ഗോൾഡ് തൊട്ട് ഹരിത സഞ്ജീവിനി വരെയുള്ള വളങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ടെക്സ്റ്റൈൽ തിരഞ്ഞെടുക്കുമ്പോൾ കോട്ടൺ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കണം, പോളിസ്റ്റർ എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഹൈജീനിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഏത് തരത്തിലായിരിക്കണം, പാഡ് ഏത് തരത്തിലായിരിക്കണം എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇവിടുന്ന് കിട്ടി? നെറ്റ്വർക്ക് വന്നപ്പോഴാണ് ഈ അറിവ് കിട്ടുന്നത്, അല്ലെ? അപ്പൊ ഈ നെറ്റ്വർക്ക് നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ എന്തുണ്ടാവും? അറിവ് കൂടും. അറിവ് കൂടുമ്പോൾ നമ്മളും അറിവുള്ള ആളായിട്ട് മാറും. അടുത്തൊരാൾ നമ്മുടെ ടീമിലേക്ക് വരുമ്പോൾ ഈ അറിവിനെ റിസോഴ്സ് ഷെയറിംഗ് ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനെ കൊണ്ടും കൊടുത്തും, അതായത് ഇങ്ങോട്ടൊരെണ്ണം കിട്ടി അങ്ങോട്ടൊരെണ്ണം കൊടുത്ത് അങ്ങനെ വളരുന്ന ഒരു കോർപ്പറേഷനിലൂടെ വളരുന്ന ഒരു സിസ്റ്റത്തിൽ എന്തുണ്ടാവും? ട്രസ്റ്റും ക്രെഡിബിലിറ്റി ഉണ്ടാവും. അവിടെ എന്തുണ്ടാവും? വിശ്വാസം ഉണ്ടാവും, ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി സോഷ്യൽ ക്യാപിറ്റൽ ആണ് ഉണ്ടാക്കുന്നത്. ഏത് സമയം വേണമെങ്കിലും ആരെ വേണമെങ്കിലും നമുക്ക് കോൾ ചെയ്ത് ഇന്ന സർവീസ് ആവശ്യപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഒരു സമൂഹത്തെ നമ്മൾ കഴിഞ്ഞ ഒരുപാട് കൊല്ലങ്ങളായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മാറ്റങ്ങളെയും ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിക്കുന്ന ചില കാര്യങ്ങളും നമ്മൾ നന്നായി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. കാരണം എന്താ? നല്ല അറിവുകൾ കിട്ടുന്നുണ്ട്, നല്ല വ്യക്തികളായിട്ട് ബന്ധമുണ്ട്, ഒരുപാട് കോണ്ടാക്റ്റുകൾ ഉണ്ടാവുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആരെ എപ്പോ എങ്ങനെ വിളിക്കണം എന്നുള്ള ശരിയായ ഒരു ഐഡിയ നമുക്കുണ്ടാവും. സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ്, പബ്ലിക് സ്പീക്കിംഗ് ആയിട്ടുള്ള സ്കില്ലുകൾ നിങ്ങൾക്ക് വരും. അതേപോലെ ഒരു പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള സ്കില്ല് വരും. അങ്ങനെ ഒരുപാട് സ്കില്ലുകൾ ഈ ഒറ്റൊരു നെറ്റ്വർക്കിങ്ങിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും.
അപ്പൊ ഞാൻ പറയുന്നു, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ശരിക്കും നെറ്റ്വർക്കിനെയാണ്. നമ്മുടെ നെറ്റ്വർക്കിനെ എത്രത്തോളം ശക്തിപ്പെടുത്താൻ പറ്റുന്നോ അത്രത്തോളം ശക്തിപ്പെടുത്തുക. നമുക്ക് ഔട്ട് ഓഫ് ടൗൺ ഒരു ബിസിനസ് ഉണ്ട്. ഇപ്പം തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകയിലോ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ, അവിടെ നല്ലൊരു ബിസിനസ് നമ്മൾ സ്ഥാപിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, നാളെ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു യാത്ര പോകേണ്ടി വരികയാണെങ്കിൽ, എന്തെങ്കിലും ഒരു താമസ സൗകര്യം ഒരുക്കേണ്ട ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ, നമുക്ക് അവരെ ബന്ധപ്പെട്ട് അത് ആവശ്യപ്പെടാൻ സാധിക്കും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് നെറ്റ്വർക്ക്. എവിടെയാണെങ്കിലും കണക്ടിവിറ്റി ഉണ്ടാവുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ, എവിടെ ചെന്നാലും നമ്മളെ അംഗീകരിക്കുന്നതും നമ്മളെ ആശ്രയിക്കുന്നതും നമുക്ക് ആശ്രയം തരുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് നെറ്റ്വർക്ക്. അപ്പൊ ഞാൻ പറയുന്നു, ഈ ബിസിനസ് നമ്മൾ ചെയ്യേണ്ടത് നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞ വചനമല്ല. ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിത് പടുത്തുയർത്താൻ വേണ്ടിയിട്ട് ഓഫീസുകൾ വേണ്ട. നിങ്ങൾക്കിത് പടുത്തുയർത്താൻ വേണ്ടി നിങ്ങളായിട്ട് നിങ്ങളുടെ കൂടെ വരുന്ന അസോസിയേറ്റ്സിന്റെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്കൊരു അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യേണ്ട, നിങ്ങൾക്കൊരു ടാക്സ് ഏജന്റിനെ ഹയർ ചെയ്യേണ്ട, നിങ്ങൾക്ക് ആരും ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓഫീസ് കോസ്റ്റ് ഇല്ല, വെള്ളത്തിന്റെ കോസ്റ്റ് ഇല്ല, ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ് ഇല്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പാറി പറന്ന് ഈ ബിസിനസ് ചെയ്യാം. ഇന്ത്യയിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നിങ്ങളുടെ നെറ്റ്വർക്ക് എത്രത്തോളം ശക്തിപ്പെടുന്നുവോ അത്രത്തോളം എന്തുണ്ടാവും, നിങ്ങളുടെ നെറ്റ്വർക്ക് ആയിട്ട് മാറും. നിങ്ങൾക്ക് കിട്ടുന്ന വെൽത്ത് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ ഒരു മണി ജനറേറ്റിംഗ് ബിസിനസ് ആയിട്ട് മാത്രം കാണരുത്. നിങ്ങളുടെ നെറ്റ്വർക്കിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു ബിസിനസ് ആക്കി കണ്ടു കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. എല്ലാം വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന മണി വരും, നിങ്ങൾ ആഗ്രഹിക്കുന്ന റെക്കഗ്നിഷൻ വരും, സോഷ്യൽ സർക്കിൾ സ്ട്രോങ് ആയിരിക്കും, ആരോഗ്യം വരും. ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മുടെ ഈ നെറ്റ്വർക്ക്, നമുക്ക് കിട്ടിയ അറിവിനെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റാൾക്കാരിലേക്ക് പകർത്തി ഇതൊരു വലിയൊരു നെറ്റ്വർക്ക് ആക്കിയിട്ട് മാറ്റുക. ആ നെറ്റ്വർക്കാണ് നമ്മളെ ഈ ഭൂമിയിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളരുന്ന വ്യക്തിയായിട്ട് ആക്കി മാറ്റുക. സോ വൈ നിങ്ങളുടെ സ്ട്രോങ് ആയിരിക്കണം. എന്തിന് ചെയ്യണം? നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാം. ഇതിനൊരു നെറ്റ്വർക്ക് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് കണ്ട് എത്രയും ആൾക്കാരിലേക്ക് ഇതിനെ എത്തിക്കാൻ സാധിക്കുമോ അത്ര ആൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുക. സോഷ്യൽ ക്യാപിറ്റലിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം. സോ അതാണ് ആദ്യത്തെ കാര്യം, വൈ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്കാണ് ഈ സെഷന്റെ പ്രധാനപ്പെട്ട ടോപ്പിക് വരുന്നത്. അതാണ് ദശരഥ എന്ന് പറയുന്നത്. ദശരഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വൺ ഹൂ റൺസ് 10 chariots, അല്ലെ? 10 രഥങ്ങളെ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വ്യക്തിനെ പറയുന്ന പേരാണ് ദശരഥ. ഇതില് ഞാൻ 2 കളറിലാണ് എഴുതിയിരിക്കുന്നത്, DHASARADHA, അല്ലെ? ഒരെണ്ണം ഞാൻ വൈറ്റിലും ഒരെണ്ണം ഞാൻ എന്താണ് യെല്ലോയിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് വേറൊന്നുമല്ല, ഒരു ദിവസം ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് വേലായുധൻ സാറേ, ഒരു ബസ് വന്നു. ആ ബസ് വന്നപ്പോ ഞാൻ നോക്കിയപ്പോ ഇത് എന്താ DHA ശാരദ എന്ന് എഴുതിക്കണേന്ന് ഞാൻ കുറെ നേരം ആലോചിച്ചു. പിന്നെയാണ് മനസ്സിലായി DHA ശാരദയായിരുന്നില്ല, ദശരഥയായിരുന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ അതിനെ എന്റെ മണ്ടത്തരായിട്ടല്ല കണ്ട അനീസ് സാറേ. ഞാൻ കണ്ടത് എന്താ വെച്ചാൽ, എനിക്ക് ഈ സിസ്റ്റത്തിനോട്, എനിക്ക് ഈ പ്രൊഡക്റ്റിനോടുള്ള അഗാധമായ പ്രേമമാണ് ഞാൻ കണ്ടത്. കാരണം അങ്ങനെ ഒരു ദശരഥ എന്ന് പറഞ്ഞൊരു ബസ് വന്നപ്പോ ഞാൻ ആദ്യം കണ്ടത് DHA ആണ്. അപ്പോ ആ ഒരു ബസ്സിൽ നിന്നാണ് എന്ത് വരുന്നത്, ഈ ഒരു ആശയം വരുന്നത്, ദ വൺ ഹൂ റൺസ് 10 chariots. അപ്പൊ എന്തിനു ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, നെറ്റ്വർക്കിങ്ങിന് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ചെയ്യണം. അതിൽ 10 തലങ്ങളിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. 10 രഥങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അതിൽ ഏറ്റവും ആദ്യത്തെ രഥമാണ് കസ്റ്റമർ. നല്ലൊരു കസ്റ്റമർ ആയിട്ടിരിക്കുക. ബി എ റിലയബിൾ, ലോയൽ, കൺസിസ്റ്റന്റ് കസ്റ്റമർ, അല്ലെ? എന്താണ് റിലയബിലിറ്റി? നിങ്ങളോട് ഒരാൾ ഉൽപ്പന്നത്തെ പറ്റി റെഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കസ്റ്റമർ ആണ്. എന്താണ് ലോയൽ? മാർക്കറ്റിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വരും, ഒരുപാട് ഡിഫറെന്റ് ബ്രാൻഡുകൾ വരും. പക്ഷേ എന്റെ കമ്പനിയിലെ ഉൽപ്പന്നം ഞാൻ തന്നെ ഉപയോഗിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിനെയാണ് ലോയൽറ്റി എന്നുള്ളത് പറയാ, അല്ലെ? ഈ ബിസിനസ്സിൽ പലതരത്തിലുള്ള ആൾക്കാർ വരും. ചില ആൾക്കാർ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി കണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അവര് ഈ ഉൽപ്പന്നത്തിന് വേണ്ടി മാത്രം ഇത് മേടിക്കും, അവർ അത്യാവശ്യം ലോയലാ. ചില ആൾക്കാരുണ്ട്, വില വ്യത്യാസം കണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അവർ ഇതിനേക്കാളും കുറഞ്ഞ നിരക്കിന് ഉൽപ്പന്നം കിട്ടിക്കഴിഞ്ഞാൽ അവർ അങ്ങോട്ടേക്ക് സോളി മാഡം ചാടിപ്പോവും. അപ്പോ അത്തരത്തിൽ ആൾക്കാരായിട്ട് മാറാതെ എന്റെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ സൈനന്ദ്രി മാഡം ഞാൻ 100% ഉപയോഗിക്കും, എന്റെ കമ്പനിയിൽ അല്ലാത്ത ഉൽപ്പന്നങ്ങൾ മാത്രമേ ഞാൻ പുറത്തുനിന്ന് ഉപയോഗിക്കുന്ന തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല കസ്റ്റമർ. പിന്നെന്ത് വേണം? കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കണം. ഈ മാസം മേടിച്ചത് അടുത്ത മാസം മേടിക്കണം, അടുത്ത മാസം മേടിച്ചത് അതിന്റെ അടുത്ത മാസം കൂടി മേടിക്കണം. എന്നും മേടിച്ച തന്നെ വീണ്ടും വീണ്ടും മേടിച്ചുകൊണ്ടിരിക്കുന്നതല്ല കൺസിസ്റ്റൻസി. കമ്പനിയിൽ ഒരു പുതിയ ഉൽപ്പന്നം വന്നു, അത് വാങ്ങാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം. കാരണം വാങ്ങി ഉപയോഗിച്ചാലേ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും.
അപ്പൊ ആദ്യത്തെ രഥം എന്ന് പറയുന്നത് നല്ലൊരു കസ്റ്റമർ ആയിട്ടിരിക്കുക. കാരണം എല്ലാത്തിന്റെയും അടിസ്ഥാനം അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. നമ്മൾ ഒരു നല്ല കസ്റ്റമർ ആയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ പറ്റില്ല. നമ്മൾ നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ലൊരു നെറ്റ്വർക്കർ ആവാൻ പറ്റില്ല. നമ്മൾ നല്ലൊരു നെറ്റ്വർക്കർ ആയില്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരുപാട് സ്കില്ലുകളിൽ ഒരു സ്കില്ല് പോലും ആർജിച്ചെടുക്കാൻ സാധിക്കില്ല. സോ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ബി റിലയബിൾ, ബി ലോയൽ, ബി കൺസിസ്റ്റന്റ് കസ്റ്റമർ. 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. 99% അല്ല, 100%. ഈ അടുത്ത് പുതിയൊരു പ്രൊഡക്റ്റ് വന്നു. എന്താ? ഇയർബഡ്സ് വന്നു അല്ലെ? പീട്രോണിന്റെ ഇയർബഡ്സ് വന്നു. എന്താ അതിന്റെ സവിശേഷത? അതിന്റെ സവിശേഷത എന്ന് വെച്ചാൽ 4 ടൈപ്പ് മൈക്ക് അതിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അത് വെള്ളത്തിൽ വീണാലും കുഴപ്പമൊന്നുമില്ല, വാട്ടർ റെസിസ്റ്റന്റ് ആണ്, വെള്ളം നനഞ്ഞാലൊന്നും പ്രശ്നമുള്ള കേസല്ല. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നം നമുക്ക് എത്രയ്ക്ക് കിട്ടുന്നത്? 999 രൂപ. അതിന്റെ MRP എത്ര വരുന്നത്? 2899 രൂപയാണ് MRP വരുന്നത്. PV 300 PV വരുന്നുണ്ട്. ഇത് ആരും ഉപയോഗിക്കണം? നമ്മൾ ഉപയോഗിക്കണം. ഇപ്പൊ എന്റെ കയ്യില് ബോട്ടിന്റെ ഒരു ഇയർപോഡ് ഉണ്ട്, എന്റെ കയ്യില് നമ്മുടെ സാംസങ്ങിന്റെ ഒരു ഇയർപോഡ് ഉണ്ട്, നോയ്സിന്റെ ഇയർപോഡ്, ഇതൊക്കെ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ ഇത് വീണ്ടും ഓർഡർ ചെയ്യും. എന്തുകൊണ്ടാ? എന്റെ കമ്പനിയുടെ ഉൽപ്പന്നം ഞാൻ ഉപയോഗിക്കും 100%. കാരണം അത് ഉപയോഗിച്ചാലാണ് എനിക്ക് മറ്റുള്ള ബ്രാൻഡുകളും ഈ ബ്രാൻഡും തമ്മിലെ വ്യത്യാസം എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കണം, അതിനുവേണ്ടി മറ്റൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. സോ 100% പ്രൊഡക്റ്റ് യൂസ്. നിങ്ങൾ 100% ഉൽപ്പന്നം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങളിൽ 100% വിശ്വാസം വരും. ആ വിശ്വാസമാണ് നിങ്ങൾ മറ്റൊരാളോട് ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ റിഫ്ലക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നോ അബൌട്ട് സെഗ്മെന്റ്സ്. എത്ര സെഗ്മെന്റുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കമ്പനി തുടങ്ങിയത് ടെക്സ്റ്റൈലിൽ നിന്നാണെങ്കിൽ ഇന്ന് 18-ലധികം സെഗ്മെന്റുകൾ ഉണ്ട്. ടെക്സ്റ്റൈൽ ഉണ്ട്, FMCG ഉണ്ട്, ന്യൂട്രിചാർജ് ഉണ്ട്, ഗുഡ് ഡോട്ട് ഉണ്ട്, തുളസി പെയിന്റ് ഉണ്ട്, ഓറൽ കെയർ ഉണ്ട്, പേഴ്സണൽ കെയർ ഉണ്ട്, സ്കിൻ കെയർ ഉണ്ട്, ഹെയർ കെയർ ഉണ്ട്, നമുക്ക് തുളസി പെയിന്റ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോണിക്സിൽ ഈ ഉൽപ്പന്നങ്ങൾ വന്നിട്ടുണ്ട്. ഫാൻ ഉണ്ട്, യൂണിസ്റ്റാറിന്റെ ഫാൻ നമുക്കുണ്ട്. പ്രൊജക്ടർ, ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊജക്ടർ വന്നിട്ടുണ്ട്. സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്, ബുക്കും ബാഗുകളും ഉണ്ട്, ചെരുപ്പുകളുണ്ട്, അങ്ങനെ പ്രസ്റ്റീജിന്റെ കുക്ക് വെയർ ഉണ്ട്. അങ്ങനെ എത്രത്തോളം സിഗ്മെന്റുകൾ ഉണ്ട്. എന്തൊക്കെ സിഗ്മെന്റുകൾ ഉണ്ട് എന്നുള്ളത് ഒരു നല്ല കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി, നോ അബൌട്ട് ന്യൂ പ്രൊഡക്റ്റ്. പുതിയ ഉൽപ്പന്നങ്ങൾ വരുന്നതിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വന്നതാണ് ലിക്വിഡ് ഫൗണ്ടേഷൻ അല്ലെ? അതിമനോഹരം. സെലിബ്രിറ്റി മേക്കപ്പ് എന്നാണ് അതിനെ പറയുന്നത്. എനിക്ക് അറിയണമെന്നില്ല, ഞാൻ ഇപ്പൊ ഇവിടെ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് സെലിബ്രിറ്റി മേക്കപ്പ്. അതിന്റെ ഒരു സെഷൻ മിനിഞ്ഞാന്ന് നേഹ മാഡത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ ഒരു പക്ഷെ നമുക്കിത് ആവശ്യമുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് അറിയുന്നുണ്ടായിരിക്കാം. അവരിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് വേണം? യെസ്, ഹരിത സഞ്ജീവിനി. താങ്ക് യു സാർ, കൊറ സാർ. ഹരിത സഞ്ജീവിനി ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞാലേ നമുക്ക് മറ്റൊരാളിലേക്ക് അറിയിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനെന്ത് വേണം? പുതിയ ഉൽപ്പന്നങ്ങൾ കമ്പനി വരുന്നതിന്റെ അപ്ഡേറ്റുകൾ നമ്മൾ നോക്കണം, ചെക്ക് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും സൈറ്റിലേക്കുള്ള പെർമിഷൻ ഉണ്ട് അല്ലെ? ആരും അതിൽ റദ്ദാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം എന്തൊക്കെ പുതിയ ഉൽപ്പന്നങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി, 100% പ്രൊഡക്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രം യൂസ് ചെയ്യുക എന്നുള്ളതല്ല, മറ്റുള്ളവരെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കാനും കൂടി ശ്രമിക്കണം. അതിന് ഏറ്റവും നല്ല കാര്യമാണ് ഗിഫ്റ്റ് ചെയ്യുക. ഇപ്പൊ ഒരു വീടിന്റെ പാല് കാച്ചല്, എന്ത് ഗിഫ്റ്റ് ചെയ്യാം? പ്രസ്റ്റീജിന്റെ കുക്ക് വെയർ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തോരം ഉൽപ്പന്നങ്ങൾ, RCMന്റെ വേണമെങ്കിൽ ഒരു കിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാം അല്ലെ? അങ്ങനെ എന്തോരം സന്ദർഭങ്ങൾ, തലേന്നുള്ള പരിപാടികള്, കുട്ടിയുടെ നൂലുകെട്ട്, ഇതിനൊക്കെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന് മോൻ ജനിച്ചു. ഞാൻ കൊടുത്തത് വേറെ ഒന്നുമല്ല, ഞാൻ കൊടുത്തത് മറ്റേ ഇതാണ്, ഡൈപ്പറാണ് കൊടുത്തത്. 3-4 ഡൈപ്പർ നമ്മുടെ കൊടുത്തു. എന്തുകൊണ്ട് കൊടുത്തു? ഇപ്പൊ സാധാരണഗതിയിൽ തോന്നും ഡൈപ്പർ കൊടുത്താൽ മോശം. എന്ത് മോശം? ഡൈപ്പർ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആവശ്യമുള്ള കാര്യമാണ്. അത് ഏറ്റവും നല്ല ഡൈപ്പർ നമുക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നാളെ അത് ഉപയോഗിച്ച് അവർക്ക് അതിൽ നല്ലൊരു റിസൾട്ട് കിട്ടി അവർ വീണ്ടും ചോദിച്ചു വരില്ലേ? പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ചില ഒരു 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 പിൻവലിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ചില ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റ് ആണ് പറയുന്നത്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ മോശമാവില്ലേ? ഇപ്പൊ ഞങ്ങൾ കാറ് മേടിച്ചപ്പോ എല്ലാവരും പ്രതീക്ഷിച്ചു ഞാൻ സോൻ പാപ്പടി കൊണ്ടു കൊടുക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാം ഞാൻ ഇതല്ലാതെ വേറെ ഒന്നും കൊടുക്കില്ല. പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ് വന്നത്. ഞാൻ എന്ത് ചെയ്തു? റസ്ഗുൽ എല്ലാവർക്കും ഓരോന്ന് വെച്ച് കൊടുത്തു. പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചായി, പുതിയ പ്രൊഡക്റ്റ് എല്ലാവരും പരിചയപ്പെടുത്തി. അപ്പൊ അവർക്ക് എന്ത് മനസ്സിലായി? റസ്ഗുൽ ഇവിടെ ഉണ്ട്. ദീപാവലിക്ക് എന്ത് ചെയ്യാം? ദീപാവലിക്ക് വെളിനാട്ടിൽ നിന്ന ആൾക്കാർ, അതായത് നോർത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മിച്ചർ, 4 തരത്തിലെ മിച്ചറും പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി നല്ല പാക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഗിഫ്റ്റിംഗ്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഗിഫ്റ്റിംഗിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം, പഠിക്കണം. അതിന് നമ്മൾ ഒരു തരത്തിലും മടിയോ നാണക്കേടോ വിചാരിക്കേണ്ട ആവശ്യമില്ല. സോ ബി എ 100% കസ്റ്റമർ. റിലയബിൾ ആയിരിക്കുക, ലോയൽ ആയിരിക്കുക, കൺസിസ്റ്റന്റ് ആയിരിക്കുക. അതാണ് ആദ്യത്തെ രഥം. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ അടുത്ത് മിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബ്ലോഗിൽ വന്നൊരു കാര്യമാണ്, ഹൗസ് ഹോൾഡ് FMCG സ്പെൻഡിങ് ടു ടച്ച്
20K ബൈ മിഡ് 2025. ഇത് പറയുന്നത് 2025 പകുതിക്കുള്ളിൽ FMCG ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു അളവ് 8% കഴിഞ്ഞ കൊല്ലത്തെക്കാളും കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. അതായത് 17,792 രൂപ ഒരു വ്യക്തി ഒരു മാസം ഇതിനു വേണ്ടി മുടക്കുന്നുണ്ട്. ദ ഇൻക്രീസ് ഇൻ സ്പെൻഡിങ് ക്യാൻ ബി അട്രിബ്യൂട്ടഡ് ടു റൈസിംഗ് പ്രൈസസ് ഓഫ് ഡെയിലി എസെൻഷ്യൽ. എന്തുകൊണ്ടാണ് ഇത്രയും തുക ചെലവാക്കേണ്ടി വരുന്നത്? കാരണം എന്താ? FMCG ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഇത്രത്തോളം വർധനവ് വന്നിട്ടുണ്ട്. ഇപ്പൊ 17,792 രൂപയാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്തിനുപയോഗിക്കുന്നത്? പലചരക്ക് സാധനങ്ങൾ വീട്ടിലേക്ക് മേടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഈ 2025 പകുതിയോട് കൂടിയിട്ട് 20,000 ആയിട്ട് മാറും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും ചെലവ് വരുന്നുണ്ട്. പക്ഷെ പല ആൾക്കാരും ഈ ചെലവ് ഇരുന്ന് കൂട്ടാത്തോണ്ടാണ് അവർക്ക് അറിയാത്തത്. അവരിപ്പോഴും അവരുടെ വിചാരം 5,000 രൂപയ്ക്കുള്ള സാധനങ്ങളാണ് വീട്ടിലേക്ക് മേടിക്കുന്നത് എന്നുള്ളത്. അല്ല, തവണയായിട്ട് മേടിക്കുമ്പോൾ ഇത്രയും വലിയൊരു കോസ്റ്റ് വരുന്നുണ്ട്. പുറമെ വെളി മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ നടത്തിയ പഠനം. അപ്പോ ഇങ്ങനൊരു കേസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരുപാട് തെറ്റുകൾ ഉണ്ടല്ലോ. അറിയാതെ ചെയ്യുന്ന കാര്യം എന്താ? പുറമേ നിന്ന് നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അൺനോയിങ്ലി വി ആർ പർച്ചേസിംഗ് പ്രൊഡക്ട്സ് വർത്ത് 10,000 ഫ്രം ഔട്ട്സൈഡ് മാർക്കറ്റ്. വെളി മാർക്കറ്റിൽ നിന്ന് 10,000-ന് മുകളിൽ വരുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങാണ്. RCM നമ്മൾ കഷ്ടിച്ച് 1,500 2,500 രൂപയ്ക്ക് സാധനം വാങ്ങിയിട്ട് പറയാണ് ഇത്രയൊക്കെ മതി. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്ര രൂപയാണ് പുറമേക്ക് പോകുന്നത്, എത്ര രൂപയാണ് വിദേശത്തേക്ക് പോകുന്നത്? ഇഫ് യു വില്ലിംഗ് willingly purchase from RCM, what will happen? നിങ്ങൾ RCM എന്ന് willingly പർച്ചേസ് ചെയ്യണം, മനസ്സോട് കൂടിയിട്ട് 100% ഉറപ്പോട് കൂടിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് നിങ്ങളൊന്ന് നോക്കൂ. യു വിൽ ഗെറ്റ് പ്രൊഡക്ട്സ് അറ്റ് റീസണബിൾ റേറ്റ് ദൻ മാർക്കറ്റ് വിലയിനേക്കാളും ന്യായ വിലയ്ക്ക് നിങ്ങൾക്ക് ഉൽപ്പന്നം കിട്ടും. 300 രൂപ കൊടുത്ത് വെളിച്ചെണ്ണയാണെന്ന് വിശ്വസിച്ച് മേടിക്കുന്ന സാധനം ഇവിടെ നിങ്ങൾക്ക് 238 MRPക്ക് കിട്ടും. ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 193 രൂപയ്ക്ക് കിട്ടും. യു വിൽ ഗെറ്റ് ഫ്രീ പ്രൊഡക്റ്റ്. ഓരോ 6 മാസവും നിങ്ങളുടെ പർച്ചേസ് കൺസിസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. യു വിൽ ഗെറ്റ് ക്യാഷ് അവാർഡ്. ഈ ഫ്രീ പ്രൊഡക്റ്റിന്റെ അളവ് എപ്പോഴത്തോളം കൂടും? നിങ്ങളുടെ പർച്ചേസിന്റെ അളവ് കൂടുന്നതിന്റെ ഒപ്പം അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്യാഷ് അവാർഡും കൂടി കിട്ടും. യു വിൽ ഗെറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ്. ഉൽപ്പന്നത്തെ പറ്റിയുള്ള ഇൻഫോർമേഷൻ കിട്ടും. നമ്മളൊരു മാവേലി സ്റ്റോറിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള റിലയൻസ് മാർട്ടിലോ പോയി കഴിഞ്ഞാൽ ചേട്ടാ ഈ ഉൽപ്പന്നം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ചേട്ടൻ ഉപയോഗിച്ചിട്ട് അടുത്ത മാസം വരുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയും. ഒരു കടയിൽ പോയിട്ട് ഞാനൊരു ഐസ്ക്രീം എടുത്തു, ഒരു മട്ക എന്ന് പറഞ്ഞിട്ട് കുൽഫി വരും ഒരു കുടത്തില്, വേറെ ഒരെണ്ണം ഒരു നീളത്തിലുള്ള ഒരു കുൽഫി വരും. ഞാൻ ചോദിച്ചു ഇതിൽ ഏതാ നല്ലത് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ചേട്ടൻ കഴിച്ചു നോക്കുന്നിട്ട് പറയുന്നു പറഞ്ഞു. ഇതാണ് ഇന്ന് പുറമേ കിട്ടുന്ന കസ്റ്റമർ സർവീസ്. ഇന്ന് RCMന്റെ കടയിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ടുള്ള ക്ലിയർ കട്ട് നോളേജ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉൽപ്പന്നം എന്താണ്, എങ്ങനെയാണ്, എവിടുന്നാണ്, എപ്പോൾ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, ക്ലിയർ കട്ട് ആയിട്ടുള്ള ഡാറ്റ അവർക്ക് കിട്ടുന്നുണ്ട്. യു വിൽ ബി ഇൻഫോംഡ് അബൌട്ട് ദ ഓൺഗോയിങ് ഓഫേഴ്സ്. കടയിലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ മാസം നടന്നുകൊണ്ടിരിക്കുന്ന ഓഫറുകളെ പറ്റിയിട്ട് ശരിയായിട്ട് ഇൻഫോം ചെയ്യുന്നുണ്ട്. യു വിൽ ബി റിസീവ്ഡ് വിത്ത് എ സ്മൈൽ. ചിരിച്ച മുഖമായിട്ടാണ് നിങ്ങളെ കടയിലേക്ക് വരവേൽക്കുന്നത്. യു വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ടു സക്സസ്ഫുൾ പേഴ്സണാലിറ്റീസ്. ആ സമയത്ത് കടയിലിരിക്കുന്ന വ്യക്തികൾ അവരാരെ പരിചയപ്പെടുത്തും? ആ ഒരു ബിസിനസ്സിൽ, RCM എന്നൊരു ബിസിനസ്സിൽ വിജയിച്ച ആൾക്കാരെ നിങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെടുത്തും. അവരുമായിട്ട് നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പാലം അവർ സൃഷ്ടിക്കും. യു വിൽ ഗെറ്റ് 30-day റിട്ടേൺ പോളിസി. നിങ്ങൾക്ക് 30 ദിവസത്തെ റിട്ടേൺ പോളിസി. ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് അതിൽ അതൃപ്തി തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ അത് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. ഇത്രയും ബെനിഫിറ്റ് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് കിട്ടുന്ന വേറെ ഏത് പ്രസ്ഥാനമാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമേതം അവിടേക്ക് പോവാം. ഞാൻ ചോദിക്കൂല, എന്നോട് പറയും വേണ്ട. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ RCM തന്നെ വാങ്ങിയേ പറ്റൂ. ഞാൻ ഉൾപ്പെടുത്താത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓൺ ദ സ്പോട്ട് ഡിജിറ്റൽ ബില്ല് നിങ്ങൾക്ക് കിട്ടും. എവിടെ കിട്ടും? വാട്സാപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ തന്നെ എത്ര PV കയറി, എത്ര എമൗണ്ടിനുള്ളത് പർച്ചേസ് ചെയ്തെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജും വരും. ഇത് വേറെ എവിടെ കിട്ടും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്രയും ഗുണങ്ങളാണ് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് കിട്ടുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇതിനൊരു ചെറിയ കാര്യമായിട്ട് കാണും ചെയ്യരുത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത്തരം ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് വേറെ എവിടുന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ യു ആർ മോർ ദൻ ഫ്രീ ടു ഗോ. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ വിലയിരുത്തുക, ഞാൻ പുറമേ പോയിട്ട് ഒരു ഓറിയോ ബിസ്ക്കറ്റ് മേടിക്കുന്ന ആ സമയം എനിക്കുണ്ടാവുന്ന നഷ്ടം എത്രയാണ്? ആരോഗ്യപരമായിട്ട്, സാമ്പത്തികപരമായിട്ട് യാതൊരു തരത്തിലെ ഗുണവുമില്ലാത്ത ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും അത് മെഡിക്കൽ എക്സ്പെൻസ് കൂടാൻ വേണ്ടി കാരണമായിട്ട് മാറുന്നു. വാങ്ങുന്ന ഓരോ ഉൽപ്പന്നവും അത് RCMൽ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് ചിന്തിക്കുക,
ഇത് ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ എന്റെ കൂടെ വരുന്ന ആൾക്കാര് ഞാൻ ഒരെണ്ണം മേടിച്ച സ്ഥലത്ത് രണ്ടെണ്ണം വാങ്ങിയില്ലേ, കാരണം അവരിത് കാണും. ദേ ആർ മോണിറ്ററിങ്. സോ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ബി എ വെരി 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 ഗുഡ് കസ്റ്റമർ. ആദ്യം ഏറ്റവും ബേസിക് ആയിട്ട് ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യം ബി എ ഗുഡ് കസ്റ്റമർ. അതിനപ്പുറം ഒന്നുമില്ല. നല്ലൊരു കസ്റ്റമർ ആവുക. നിങ്ങൾ നല്ലൊരു കസ്റ്റമർ ആയാൽ തന്നെ നല്ലൊരു പ്രൊമോട്ടർ ആയിട്ട് മാറും. ഇനി കടയിലേക്ക്, നമ്മൾ ഷോപ്പിലേക്ക് കടക്കുമ്പോൾ അവിടെ എല്ലാ ഷോപ്പുകളും മികച്ച ഷോപ്പുകളാണ്. എല്ലാ ഷോപ്പുകൾക്കും അവരാലാവുന്ന രീതിയിൽ ഏറ്റവും മികച്ച സർവീസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഷോപ്പുകളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. സ്മൈലോട് കൂടിയിട്ട് സ്വീകരിക്കണം, അവർക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കണം, ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാത്തിനും പുറമെ ചില ട്രിക്സുകൾ, ചില ടിപ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകോർപ്പറേറ്റ് ചെയ്യണം. നമ്മുടെ കടയിലേക്ക് ഒരു സാധനം മേടിക്കാൻ വരുന്ന ആളെ കൊണ്ട് മറ്റൊരു സാധനം ഇടിപ്പിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. കാരണം അവർക്ക് ഇതിന് ഇമ്പോർട്ടൻസ് ഒന്നും അറിയില്ല അല്ലെ. ഒരാൾ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് കൗണ്ടറിൽ എല്ലാ സാധനങ്ങളും നിരത്തിയ സമയത്ത് നമ്മൾ എന്ത് ചോദിക്കണം, സാറേ ബില്ലടിക്കാറായോ? ആയി. സാറേ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ? ഏയ് ഒന്നും മറന്നിട്ടില്ല. അല്ല വേറൊന്നുമല്ല, നേരത്തെ വന്നൊരു ചേട്ടൻ ഇതുപോലെ ഞാൻ ചോദിച്ചപ്പോൾ ആള് ഒന്നും മറന്നിട്ടില്ല എന്ന് പറഞ്ഞ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആള് വന്ന് പറഞ്ഞ ടോയ്ലറ്റ് ക്ലീനർ എടുക്കാനുണ്ട്. അപ്പൊ അതുപോലെ ചേട്ടൻ ഒന്നും കൂടി നോക്ക്, എന്തെങ്കിലും മറന്നിട്ടുണ്ടോ. ഇത് നല്ലൊരു ട്രിക്കാണ്. അതേപോലെ കടയിലേക്ക് വരുന്ന ഒരാള് ചിലപ്പോൾ അയാള് വെറുതെ ഒന്ന് വന്ന് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ വന്നായിരിക്കും. ആ ആള് കയറി വരുന്ന സമയത്ത് ചേട്ടാ നല്ല ചൂടുണ്ടല്ലോ, ഇതാ ഒരു എനർജി ഡ്രിങ്ക് കുടിച്ചാൽ അവിടെ ഇരുന്നോളൂ, ഇതാ ഫാന്റെ താഴെ ഇരുന്നോളൂ. എനർജി ഡ്രിങ്ക് എടുത്തോളൂ എന്ന് പറഞ്ഞ ആൾ എടുക്കില്ല. പക്ഷെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആളത് അവിടെ കുടിച്ച് അവിടെ സൈഡിൽ ഇരുന്നോളും. സൈഡിലിരിക്കുന്ന സമയത്ത് ഉൽപ്പന്നം ഒന്നും പരിചയപ്പെടുത്തണ്ട. നമ്മൾ ഇത്ര പറഞ്ഞാൽ മതി, ചേട്ടാ ഈ ഒരു ഉൽപ്പന്നം ഉണ്ടല്ലോ, ഇന്നലെ ഒരാൾ വന്ന് പറയും ഇത് ഉപയോഗിച്ചിട്ട് ഭയങ്കര റിസൾട്ട് കിട്ടി എന്നുള്ളത്. ഇതാണ് നമ്മൾ ചെറിയ ട്രിക്കും ടിപ്സും നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ കടയിലേക്ക് വരുന്ന ആൾക്കാരെ, അവർക്ക് ഉൽപ്പന്നത്തെ പറ്റി കാര്യമായിട്ടുള്ള ഐഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഐഡിയ കൊടുക്കാന്നുള്ളതാണ് കടയിലിരിക്കുന്ന നമ്മുടെ ധർമ്മം. ഇനി നമ്മൾ എത്ര നന്നായി ഫോളോ അപ്പ് ചെയ്താലും ചില ആൾക്കാർ എന്താവും, വിട്ടുപോകും. അല്ലെങ്കിൽ ചില ആൾക്കാർ ചിലപ്പോൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് വില കുറവ് വേറെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ക്വാളിറ്റി നോക്കാതെ അവർ അങ്ങോട്ടേക്ക് പോകും. ചില ആൾക്കാർ എന്ത് ചെയ്യും, കുറച്ച് നാള് വിദേശത്തേക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഒരു ഇത് ബ്രേക്ക് ആവും. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് പുതിയൊരു സംഗതി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് RCM PUC ആപ്പുകളിൽ, POS ആപ്പുകളിൽ നമുക്ക് കിട്ടുന്ന പുതിയൊരു സംവിധാനം. അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഒരു വീഡിയോ നമുക്ക് കാണാം. നമസ്കാരം. JRCM ഗുഡ് RCM, ഞാൻ അർജുൻ സ്റ്റാർമറാണ്ട്. RCM വണ്ടർവേൾഡ് ക്യൂക്ക് ഓണേഴ്സ്, PUC ഓണേഴ്സ്, അതുപോലെ തന്നെ വണ്ടർവേൾഡ് ഓണേഴ്സിനെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വരുന്നത്. നമുക്ക് കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യാന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ സമയപരിധി കൊണ്ട് സാധിക്കാറില്ല. അതിനു വേണ്ടിയിട്ട് കമ്പനി തന്നെ ഇപ്പൊ പുതിയതായിട്ട് RCMന്റെ POS ആപ്പിൽ നമുക്കൊരു സംവിധാനം ഒരുക്കി തന്നിട്ടുണ്ട്. കസ്റ്റമേഴ്സിനെ പ്രോപ്പർ ആയിട്ട്, അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പർച്ചേസ് ചെയ്യാത്ത വ്യക്തികൾ നിങ്ങളുടെ കടയിൽ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഇന്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഒരു ഓപ്ഷൻ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. ചെയ്യേണ്ട കാര്യം, RCMന്റെ POS ആപ്പ് എടുക്കുക. ആപ്പ് എടുത്തേക്ക് ഇതുപോലെ ഇന്റർഫേസ് നിങ്ങൾക്ക് എല്ലാവർക്കും സുരക്ഷിതമായിരുന്നു. അതിൽ ലെഫ്റ്റ് സൈഡിൽ പാനലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസിൽ മൈ പ്രൊഫൈൽ, മാസ്റ്റേഴ്സ്, ട്രാൻസാക്ഷൻ റിപ്പോർട്ട്. അതിൽ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് മിസ്ലീനിയസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഏറ്റവും താഴത്തെ ഓപ്ഷൻ ആയിട്ട് ഇൻആക്റ്റീവ് ABS ലിസ്റ്റ്, അതായത് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാത്ത വ്യക്തികൾ, അവരുടെ ലിസ്റ്റാണ് ഈ ഇൻആക്റ്റീവ് ABS ലിസ്റ്റ്. അതിപ്പോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓരോരുത്തരുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ പേര് ഞാൻ പറയുന്നില്ല. 6/1/2025 ലാസ്റ്റ് പർച്ചേസ് ചെയ്തത് 43 രൂപയുടെ പ്രൊഡക്റ്റിലെ പർച്ചേസ് ചെയ്തപ്പോൾ, അടുത്തത് 23/1/2025 5.03 രൂപയ്ക്ക് മാത്രമേ അതിന് പർച്ചേസ് ചെയ്തപ്പോൾ. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഓരോരുത്തരും ലിസ്റ്റ് കാണാൻ സാധിക്കും. തുടക്കത്തില് നിങ്ങൾക്ക് വാട്സാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരില്ല. അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഓരോ പേജിന് താഴെ കോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ നിങ്ങളുടെ കോൺടാക്റ്റിലേക്ക് ഒന്ന് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വാട്സാപ്പ് ഓപ്ഷൻ പ്രത്യക്ഷപ്പെടും. നമ്മൾ ഇനി എന്ത് ചെയ്യണം, വാട്സാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വാട്സാപ്പിൽ ഇതുപോലെ ഒരു മെസ്സേജ് പോകും. ഞാൻ ഇത് സെൻഡ് കൊടുക്കും. Have you selected high quality RCM products for your family this month? ഈ മാസം നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ RCM ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള RCM ഷോപ്പ് സന്ദർശിക്കുക എന്ന് പറഞ്ഞിട്ട് അതിനൊരു കാറ്റലോഗ് ലിങ്ക് ഇവിടെ പോകും. ആ ലിങ്ക് ആ വ്യക്തി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ RCMന്റെ ആപ്പിലേക്ക് ചെല്ലുകയും അത് കാറ്റലോഗിലേക്ക് പോകുകയും, അപ്പൊ അവർക്ക് തന്നെ ഇത്രയും ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇതിലൂടെ നിങ്ങൾ ഇപ്പൊ കാണുന്ന പോലെ കാണാൻ സാധിക്കും. വളരെ ഈസി ആയിട്ടുള്ള ഫോളോ അപ്പ് സിസ്റ്റമാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇത് എല്ലാവരും
താങ്ക് യു. സോ ക്ഷമിക്കണം. യെസ്. ഓക്കെ. സോ ഇതാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കമ്പനി കൊണ്ടുവന്നിരിക്കുന്ന ഫോളോ അപ്പിന് വേണ്ടിയിട്ടുള്ള POSൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേഷൻ. അപ്പൊ ഇത് ഷോപ്പ് ഓണേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കസ്റ്റമർ പോലും പ്രോപ്പർ ആയിട്ട് ഒരു സർവീസ് ലഭിക്കാതെ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാരണം അല്ലാതെ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. സോ അതാണ് ആദ്യത്തെ രഥം, ബി എ ഗുഡ് കസ്റ്റമർ ആൻഡ് മേക്ക് എ ഗുഡ് കസ്റ്റമർ. രണ്ടാമത്തെ രഥമാണ് ബി എ പ്രൊമോട്ടർ ആൻഡ് മാർക്കറ്റർ. നമ്മൾ നല്ലൊരു കസ്റ്റമറായി, ഇനി കസ്റ്റമറായിട്ട് മാത്രം ഇരുന്നാൽ പോലെ എന്ത് വേണം, നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, നമ്മൾ നല്ലൊരു മാർക്കറ്റർ ആയിട്ട് മാറണം. ഗ്രേറ്റ് മാർക്കറ്റേഴ്സ് ആർ ഗുഡ് ലിസണേഴ്സ് ഹു സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്. അല്ലെ, മാർക്കറ്റ് ചെയ്യണമെങ്കിൽ എവിടെ, എങ്ങനെ, എപ്പോ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഒരു വ്യക്തിയുടെ ആവശ്യം അനുസരിച്ചിട്ട് വേണം ഉൽപ്പന്നം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അത് നല്ലൊരു സംസാരത്തിലൂടെ, നല്ലൊരു തുടക്കത്തിലൂടെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കർത്തവ്യ ബോധം നമുക്ക് ഓരോരുത്തർക്കും വേണം. പെട്ടെന്ന് ഒരാളുടെ അടുത്തേക്ക് സെയിൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. നല്ലൊരു റിലേഷൻഷിപ്പ് അവരുമായിട്ട് സ്ഥാപിച്ചെടുത്ത് അവരുടെ ആവശ്യം മനസ്സിലാക്കി, എന്താണ് അവരുടെ ആവശ്യം അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞത്, ഈ അടുത്ത് ഞാൻ ട്രിവാൻഡ്രം പോകുന്ന സമയത്ത് ഒരു കടയിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി. നല്ലൊരു ചായ അവർ ഇട്ട് തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി നല്ലൊരു ചായയാണ്, ഇത് എത്ര മണി വരെ ഈ കടയുണ്ട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അല്ല സാറേ ഞാനിപ്പോ ഒരു 6-7 മണിക്ക് ആകുമ്പോൾ അടയ്ക്കും, പക്ഷെ കച്ചവടമൊക്കെ വരുന്നത് ഇപ്പൊ രാത്രി, പിള്ളേർക്കൊക്കെ രാത്രി ഇറങ്ങിയാൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് ഇന്ന് രാത്രി തുറന്നിട്ടാ പോരെ ചോദിച്ചു. ചേച്ചി പറഞ്ഞു, മോനെ എനിക്ക് രാവിലെ തൊട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, എന്റെ കാലുമ്മ വെരിക്കോസ് വെയിൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മരുന്നൊന്നും കഴിക്കുന്നില്ലേ? ഓ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെന്നേ, കുറയുന്നൊന്നുമില്ല. ഞാൻ വിരോധമില്ലെങ്കിൽ ഒന്ന് കാണിക്കാൻ പറ്റും, ഞാനൊരു ന്യൂട്രീഷൻ കൗൺസിലറാ എന്ന് പറഞ്ഞു. അയ്യോ അതെന്താ സംഭവം? ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, പോഷകാഹാരത്തിന്റെ കുറവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അതിനെ ശരിയായ മാത്രയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, അതിനുള്ള സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞു. ആ ഓക്കെ മോനെ കാണിക്കാന്ന് പറഞ്ഞിട്ട് അവർ കാല് കാണിച്ചു. ഞാൻ ഉടനടി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, എന്റെ അച്ചമ്മയ്ക്ക് ഇതുപോലെ വെരിക്കോസ് വെയിൻ വന്നിരുന്നു. ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു എണ്ണയുണ്ട്, അരിയുടെ തവിടുന്ന് എടുക്കുന്ന എണ്ണ, തവിടെണ്ണ എന്ന് പറയും. അത് താഴേന്ന് മേലോട്ട് കുറച്ച് നന്നായിട്ട് ഒഴിഞ്ഞതിന് ശേഷം ഒരു രാവിലത്തെ 9 മണിക്ക് മുന്നേയുള്ള ഇളം വെയിൽ കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറും എന്ന് പറയും. അയ്യോ അങ്ങനെ പറ്റുമോ? ഞാൻ അങ്ങനെ പറ്റും. അപ്പൊ ഇത് എവിടുന്ന കിട്ടുക? ഞാൻ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു എണ്ണ കൊടുത്തു. ആ എണ്ണ കൊടുത്തപ്പോ ആ ചേച്ചി പറഞ്ഞു, ഓക്കെ ഇതിന് എത്ര വില ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇത്രയാണ് വില വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി വേണമെങ്കിൽ ഒരു എണ്ണയും കൂടി എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാം, കാരണം വെച്ചാൽ അടുത്ത മാസം ചിലപ്പോൾ ഞാൻ വന്നു എന്ന് വരില്ല, ആ സമയത്ത് ചേച്ചി വേറെ അന്വേഷിച്ച് പോകണ്ട, എന്റെ നമ്പർ എന്തായാലും കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് സെയിലൊക്കെ ക്ലോസ് ചെയ്ത് ഞാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ആ ചേച്ചി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, വീട്ടില് ഹസ്ബൻഡ് കിടപ്പില, വിരോധമില്ലെങ്കിൽ ഒന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അസുഖം മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചു. ദാറ്റ് ഈസ് കോൾഡ് പ്രൊമോട്ടിങ്. എവിടെ, എങ്ങനെ, എപ്പോ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കണം. ആക്രാന്തം കാണിക്കരുത്. ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുള്ളത് തന്നെയാണ്. സമയാസമയത്തിന് നിങ്ങളുടെ അടുത്തേക്ക് അത് വന്നു ചേരും. പക്ഷെ നമ്മൾ ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല. ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുന്നതിന് ഒരു സമയമുണ്ട്. അപ്പൊ പ്രൊമോഷനും ഒരു സമയമുണ്ട്. എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പ്രൊമോട്ട് പ്രൊഡക്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു റൂളാണ് 4W and 1H. 4W എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്, എന്താണ് ആ ഉൽപ്പന്നം എന്നുള്ളത് ആ വ്യക്തിയോട് പറയണം. രണ്ടാമത് എന്തിനാണ്, വൈ, എന്തിനാണ് ആ ഉൽപ്പന്നം എന്ന് പറയണം. മൂന്നാമത് വെൻ, എപ്പോഴാണ് ആ ഉൽപ്പന്നം എന്ന് പറയണം. നാലാമത് ആർക്കാണ് ആ ഉൽപ്പന്നം, ഹൂ. ഈ 4 കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ഹൗ, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും നമ്മൾ പറയണം. അപ്പൊ എന്ത് പറയണം? വാട്ട്, എന്താണ് ആ ഉൽപ്പന്നം എന്ന് പറയണം. രണ്ടാമത് എന്തിനാണെന്ന് പറയണം. വെൻ, എപ്പോ, ഏത് സമയത്ത് കഴിക്കണം എന്ന് പറയണം. നാലാമത്താണ് ഹു, ആർക്ക് അത് വേണമെന്ന് പറയണം. എച്ച് ആണ് എന്താ, ഹൗ, എങ്ങനെ കഴിക്കണം എന്നുള്ളത് പറയണം. ഈ 4 കാര്യങ്ങളും പറഞ്ഞാലാണ് നിങ്ങളൊരു ഉൽപ്പന്നം ഒരു വ്യക്തിയോട് പറഞ്ഞു എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ പാടുള്ളൂ. അപ്പോൾ ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗിഫ്റ്റിംഗ് നല്ലൊരു പ്രൊമോഷനാണ്. നിങ്ങൾക്ക് ഉൽപ്പന്നം ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു പ്രൊമോഷനാണ്. നിങ്ങൾ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഉപയോഗിച്ച ഒരു ഉൽപ്പന്നം സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നത് ഒരു പ്രൊമോഷനാണ്. നിങ്ങൾ ഒരു വ്യക്തി തുമ്മിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഒരു പഞ്ചതുളസി നിങ്ങൾ കൊടുക്കണം, ഞാൻ ഉപയോഗിക്കുന്ന ധൈര്യമായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഒരു പ്രൊമോഷനാണ്. സോ എവിടെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ അവസരം കിട്ടുന്നുവോ അവിടെയൊക്കെ എന്ത് വേണം, നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഉൽപ്പന്നം മാത്രം പ്രൊമോട്ട് ചെയ്താൽ പോരാ, കമ്പനി പ്രൊമോട്ട് ചെയ്യണം. അല്ലെ, ഞാൻ RCM എന്നൊരു കമ്പനിയിൽ
വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് എവിടെയൊക്കെ പറയാൻ അവസരം കിട്ടുന്നു. നിങ്ങളോട് ആൾക്കാർ ചോദിക്കും എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം എ ഡയറക്ട് സെല്ലർ ഇൻ RCM എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. എവിടെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നോ അവിടെയൊക്കെ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ഈ അടുത്ത് ഞാൻ ജിമ്മിൽ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടുമുട്ടി. അപ്പോൾ ആൾ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, RCM വേണ്ടിയിട്ട് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഞാൻ ഡയറക്ട് സെല്ലർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വരുന്ന വഴിക്കൊക്കെ അതിന്റെ വലിയ വലിയ ബോർഡുകൾ കണ്ടിട്ടുണ്ട്, വലിയ സംഭവമല്ലേ ഇത്. ഞാൻ പറഞ്ഞു വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താണ്, എന്റെ കമ്പനീനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് കമ്പനീനെ മാത്രം പ്രൊമോട്ട് ചെയ്താൽ മതിയോ? നോ. നമ്മളെക്കാളും അറിവും കഴിവും നമ്മളെക്കാളും ഈ ബിസിനസ്സിൽ പ്രവർത്തന പാരമ്പര്യമുള്ള നമ്മുടെ ലീഡേഴ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. കാരണം നമ്മൾ ആരോട് ഇത് പറയുന്നോ അവർക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു മുൻധാരണ ഉണ്ടാവും. കാരണം ചെറുപ്പം തൊട്ട് കണ്ടു വളർന്ന സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അയൽക്കാരനോ അയൽക്കാരിയോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കും. ഇവൻ ഇത്രത്തോളമൊക്കെ ആവുള്ളൂ, അല്ലെങ്കിൽ ഇവൻ ഇത്രത്തോളമൊക്കെ വളരുള്ളൂ എന്നൊരു ധാരണ ഉണ്ടാവും. ഇവൻ പറയുന്നതൊന്നും മൊത്തം അങ്ങോട്ട് എടുക്കണ്ട എന്നൊക്കെ ധാരണ ഉണ്ടാവും. അതിനെ മാറ്റാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മളെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന ഒരു തേർഡ് പാർട്ടിക്ക് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലീഡേഴ്സിനെ നിങ്ങൾ എവിടെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നോ അവിടെയൊക്കെ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പൊ ഞാനൊരു പ്രോഗ്രാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഇമ്മീഡിയറ്റ് ലീഡർ അനീസ് സാറാണ്. അനീസ് സാർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പറയുന്നു എന്റെ വാക്കുകൾക്കല്ല എന്ന് പ്രസക്തി. ഇന്ന് ഒരുപാട് ദൂരം നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ എന്നെക്കാളും അറിവും കഴിവും ഈ ഒരു ബിസിനസ്സിൽ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് അനീസ് സാറ്. അനീസ് സാറ് ഈ മാസം തന്നെ അടുത്തൊരു ഡേറ്റിൽ നിങ്ങളെ കാണാൻ വരും. അപ്പൊ അന്ന് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാന്നൊക്കെ പറഞ്ഞ് ഒരു പ്രോഗ്രാം ഒക്കെ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ലീഡറിനെ പ്രൊമോട്ട് ചെയ്ത് വേണം ക്ലോസ് ചെയ്യാൻ. അപ്പൊ എന്തുണ്ടാവും, ഒരു ക്യൂരിയോസിറ്റി അവർക്കുണ്ടാവും. കാരണം എന്നും നമ്മൾ തന്നെ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു മടുപ്പ് വരും. എന്നും കാണുന്ന ആളല്ലേ, അദ്ദേഹം നാളെ ഉണ്ടാവും മറ്റന്നാളും ഉണ്ടാവും. പക്ഷേ അവിടെയാണ് നമ്മുടെ ലീഡറിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ലീഡറിനെ മാത്രം പ്രൊമോട്ട് ചെയ്താൽ പോരാ, നമ്മുടെ ടീമിനെ പ്രൊമോട്ട് ചെയ്യണം. അവർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അത് അഭിനന്ദിക്കണം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം, അതിന്റെ ഒരു പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക. അവർക്കത് വലിയ സന്തോഷം. നമ്മുടെ സ്റ്റാറ്റസുകളായിട്ട് ഇടുക, നമ്മൾ ഫേസ്ബുക്കിൽ ഇടുക, ഇന്ന ആൾ ഇത്ര ചെയ്തു, ഇത്ര PV ചെയ്തു, ഇത്ര അച്ചീവ്മെന്റിൽ എത്തി എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് വിളിച്ച് അവരെ പ്രൊമോട്ട് ചെയ്യാം. മാക്സിമം അവരെ എവിടെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നോ അവിടെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് ടീമിനെ മാത്രം പ്രൊമോട്ട് ചെയ്താൽ പോരാ, ടീം ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യേണ്ട ഒന്നാണ് മീറ്റിങ്ങുകളും ഈവന്റുകളെ. ഈ ബിസിനസിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം നമ്മൾ ഒരു മീറ്റിംഗിൽ ഒറ്റയ്ക്ക് പോകുന്നേക്കാളും നല്ലത് ഒരു കൂട്ടമായിട്ട് പോവുകയാണ്. മൂർത്തി സാർ എപ്പോഴും പറയും, വെൻ യു ആർ ഗോയിങ് എലോൺ ഇറ്റ് ഈസ് ഓൺലി ലേണിംഗ്, ബട്ട് വെൻ യു ആർ ഗോയിങ് വിത്ത് എ ടീം ഇറ്റ് ഈസ് ഏർണിംഗ്. അപ്പൊ മീറ്റിങ്ങുകളും ഈവന്റുകളും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. കാരണം നമ്മളൊരു ആളെ കാണുമ്പോൾ അയാൾ ആദ്യം നമ്മളെ കണ്ടിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വരിക. അയാളുടെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെക്കുമ്പോൾ അയാൾക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ വീടിന്റെ ചുറ്റുള്ള 10-20 പേരായിരിക്കും. പക്ഷെ അയാളെ നമ്മളൊരു ഷോപ്പ് മീറ്റിംഗിലേക്ക് വിളിക്കുമ്പോൾ അവിടെ ഒരു 30 പേരെ കാണുമ്പോൾ ഇതിൽ കുറച്ചും കൂടി വിശ്വാസം വരും. അതേ വ്യക്തിനെ നമ്മളൊരു ഹോൾ മീറ്റിംഗിലേക്ക് കൊണ്ടുപോകുമ്പോൾ 300 പേരെ കാണുമ്പോൾ അയാളുടെ വിശ്വാസം കൂടും. അതേ വ്യക്തി ഒരു 1000-5000 ആൾക്കാരുള്ള ഒരു വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ നിന്ന് കത്തും. സോ അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് മീറ്റിങ്ങുകളും ഈവന്റുകളും എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ടീമിലെ വ്യക്തികളുടെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അവർ ഓഫറുകളും ടാർഗറ്റുകളും എടുക്കണം. അവർ അടുത്ത തലത്തിലേക്ക് പോകണമെങ്കിൽ അവർ ചെറിയ ചെറിയ ചാലഞ്ചുകൾ എടുക്കാൻ റെഡിയാക്കണം. ആ ചാലഞ്ചുകളെ റെഡിയാക്കാൻ അവരെ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഓഫേഴ്സും ടാർഗറ്റുകളും. അത് അവരുടെ കപ്പാസിറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വിചാരം ഉണ്ടാവും, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന്. പക്ഷെ നമ്മളൊന്ന് ശരിയായ രീതിയിൽ അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് ആ ടാർഗറ്റ് ഇടിപ്പിച്ച് കഴിഞ്ഞാൽ, അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസം വരും. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂലേ, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ഇതിനെ അപ്പുറത്തെ ലെവലും പോകാൻ പറ്റുന്നുള്ളത്. അപ്പോ നിങ്ങളൊരു പ്രൊമോട്ടർ ആവുമ്പോൾ പ്രൊമോട്ട് ചെയ്യേണ്ട 6 കാര്യങ്ങളാണിത്. പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക, കമ്പനി പ്രൊമോട്ട് ചെയ്യുക, ലീഡേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക, ടീമിനെ പ്രൊമോട്ട് ചെയ്യുക, മീറ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക, ഓഫറുകളെ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ നല്ലൊരു പ്രൊമോട്ടറായിട്ട് മാറി. ഇനി അടുത്ത രഥം, ഏറ്റവും പ്രധാനപ്പെട്ട രഥമാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു കസ്റ്റമർ ആയി തുടക്കത്തിൽ, പിന്നെ പതുക്കെ ഒരു പ്രൊമോട്ടറായിട്ട് മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനൊരു വരുമാന മാർഗമായിട്ട് ഏറ്റെടുക്കുകയാണ്. അതാണ് സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസിന്റെ സാധ്യത അസാധ്യമാണ്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മാസം 50,000-60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്ത് ഒരു 30,000-ന് മേലെ വരുമാനമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, പ്രൊവൈഡഡ് അതിന് വേണ്ട സമയം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ. ഇവിടെ ഇപ്പോൾ വളരെ കുറച്ച് ഉൽപ്പന്നങ്ങളുടെ ഒരു വില വ്യത്യാസമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് കാർഡ് ഓയിൽ 238 രൂപയാണ് MRP വരുന്നത്. DP 193, 45 രൂപ ഒരു തവിടെണ്ണ നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും. നൈസ ഫേസ് വാഷിന് 85 രൂപയാണ് MRP, 66 രൂപയ്ക്ക് നിങ്ങൾക്ക് DP റേറ്റിന് കിട്ടും. ഒരാൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ 19 രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇപ്പൊ പുതിയതായിട്ട് വന്ന ബാസ് ബഡ്സ് ബ്ലിസ് TWC ഇയർബഡ്സ് അല്ലെ, പീട്രോണിന്റെ ഇയർബഡ്സിന് 2,899 രൂപയാണ് MRP വരുന്നത്. DP റേറ്റ് എത്രയാ?
1999 മാത്രം. അത് നമുക്ക് കിട്ടുന്ന റേറ്റാ. MRPക്ക് കൊടുത്താലോ 1900 രൂപയാണ് നിങ്ങൾക്ക് വരുന്ന പ്രോഫിറ്റ്. ഇന്റിമേറ്റ് വാഷ് പൊതുമാർക്കറ്റിൽ വരുന്ന വില വി വാഷിനൊക്കെ വരുന്നത് 279 രൂപയാണെങ്കിൽ ഇവിടെ 219 രൂപയാണ് MRP വരുന്നുള്ളൂ. നമുക്ക് 119 രൂപയ്ക്ക് കിട്ടും. ഒരു ഇന്റിമേറ്റ് വാഷ് വിറ്റ് കഴിഞ്ഞാൽ 100 രൂപ നമ്മുടെ കയ്യിൽ കിട്ടും. ഗാർഡൻ ഗോൾഡ് എടുത്ത് നോക്കൂ, 17 രൂപയാണ് നമ്മുടെ കയ്യിൽ കിട്ടുക. ന്യൂട്രി ചാർജ് BJ 3500 രൂപ MRP വരുന്നത് നമുക്ക് വെറും 2800 കിട്ടുന്നത്. അത് 3500 രൂപയ്ക്ക് ഒരാൾക്ക് കൊടുത്താൽ 700 രൂപ നമ്മുടെ കയ്യിൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. എലൻസ 20 ലിറ്ററിന്റെ പെയിന്റിന് MRP വില 11,748 ആണെങ്കിൽ നമുക്ക് 7,035 രൂപയെ വരുന്നുള്ളൂ. 4,713 രൂപ നമ്മുടെ കയ്യിൽ കിട്ടും. ഫുൾ എമൗണ്ടിന് കൊടുത്തില്ലെങ്കിൽ അതിന്റെ പകുതി കൊടുത്താലും 2000-ന് മേലെ നിങ്ങൾക്ക് കിട്ടും സെല്ലിംഗ് പ്രൈസിന് കൊടുക്കുകയാണെങ്കിൽ. മെൻ ജോഗേഴ്സ് 1099 രൂപ വരുന്ന ജോഗേഴ്സ്, നമ്മൾ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സിന് 850 രൂപയെ നമുക്ക് DP റേറ്റ് വരുന്നുള്ളൂ. 249 രൂപ നമ്മുടെ പ്രോഫിറ്റ്. ഡിക്ഷന്റെ ചപ്പല് 499 രൂപയാണ് MRP, നമുക്ക് 439 കിട്ടുന്നുള്ളൂ. 60 രൂപ നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഏത് ഉൽപ്പന്നം എടുത്ത് നോക്കിയാലും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഒരു 20% മുകളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? സെയിൽസ് കമ്മീഷൻ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ സെയിൽ ചെയ്താൽ ഉള്ള ഗുണങ്ങൾ എന്താ വെച്ചാൽ, സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ലോകത്തിലെ ഏത് കാര്യം ചെയ്യാൻ അവർക്ക് ഒരു മടി ഉണ്ടാവില്ല. കാരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരാളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത്, ഒരാളായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ സെയിൽസിന് ആദ്യം വേണ്ട മെന്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിലേക്ക് ഒരു പുതിയ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഇറങ്ങി നമ്മൾ സെയിൽസിലേക്ക് അങ്ങോട്ട് ഫുൾ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു മടിയും ചമ്മലും കാര്യങ്ങളും നാണൊക്കെ പോവും. അത് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ വളർച്ചയുടെ പാതയിലേക്ക് നമ്മൾ എത്തുന്നുള്ളത് മാത്രമല്ല, ഒബ്ജക്ഷൻ ഹാൻഡിലിങ്, ഒരാളുടെ എതിർപ്പിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മൾ പതുക്കെ പതുക്കെ പ്രാക്ടീസോട് കൂടിയിട്ട് നമ്മൾ പഠിക്കും. സോ തേർഡ് ചാരിയറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട രഥങ്ങളിൽ ഒന്നാണ് സെയിൽസ് എന്ന് പറയുന്നത്. ആ സെയിൽസിലേക്ക് നമ്മൾ കടക്കണം. അതൊരു മാൻഡേറ്ററി കോഴ്സ് ആണ് അല്ലെ. ഇപ്പൊ പല രാജ്യങ്ങളിലും ഒരു 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ മിലിറ്ററിയിലേക്ക് വിടും. മാൻഡേറ്ററി ആണ് അത്, കാരണം 2 കൊല്ലത്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കും, ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതേപോലെ ഞാൻ പറയുന്നു, RCMൽ വരുന്ന ഓരോ പ്രവർത്തകർക്കുമുള്ള മാൻഡേറ്ററി കോഴ്സ് ആണ് എന്താണ്? അവരെ സെയിൽസ് എന്ന രഥം വലിപ്പിക്കുക എന്നുള്ളത്. അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് ചെയ്ത വ്യക്തിക്ക് നെറ്റ്വർക്കിംഗ് ചെയ്യാൻ ഒരു പാടുമില്ല. അപരിചിതനായ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഒരു പേസ്റ്റ് വിൽക്കാൻ പോയ ഒരാൾക്ക് വേറെ ലോകത്തിലെ ഏതൊരു കാര്യം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ തേർഡ് ചാരിറ്റിലായിട്ട് സെയിൽസ് ചെയ്താൽ ഉണ്ടാവുന്ന ബെനിഫിറ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സെയിൽസ്മാൻ എന്ത് വേണം? നല്ലൊരു കേൾവിക്കാരനായിരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കണം. ശരിയായ ചോദ്യം ശരിയായ സമയത്ത് ചോദിക്കണം. വ്യക്തമായിട്ടുള്ള ഫോളോ അപ്പ് വേണം. റെലൻലെസ് ആയിരിക്കണം. എന്തുണ്ടായാലും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ സന്തോഷ് നായർ സാറിന്റെ പ്രോഗ്രാമുകളിൽ അദ്ദേഹത്തിന്റെ ലൈവ് ആയിട്ടുള്ള സെയിൽസ് എക്സ്പീരിയൻസുകൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? ഞാൻ ഇത്ര ടാർഗറ്റ് എടുക്കും, ഒരു ദിവസം ഇത്രയും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ടാർഗറ്റ് എടുത്താൽ അത് കംപ്ലീറ്റ് ആവാതെ ഞാൻ വീട്ടിൽ പോയില്ല അല്ലെ. അങ്ങനെ അന്നത്തെ സമയത്ത് വാക്യൂം ക്ലീനർ രാത്രി 11:30 ഒരു വീട്ടിൽ പോയിട്ട് സെയിൽ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ്, അതാണ് നമുക്ക് വേണ്ടത്. ആ പെർസ്യൂനെസ്, ഇത് നിർബന്ധമായിട്ടും ചെയ്തേ തീരൂ, ചെയ്തില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയില്ല എന്നൊരു മനോഭാവം. ആൻഡ് അതിലൂടെ എന്തുണ്ടാവും? റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട രഥമാണ് കമ്മ്യൂണിക്കേറ്റർ അല്ലെ. അപ്പൊ നമ്മൾ എന്തൊക്കെ രഥത്തിലൂടെ കടന്നുപോയി? ആദ്യത്തെ രഥം എന്ന് പറയുന്നത് കസ്റ്റമർ എന്നുള്ള രഥം നമ്മൾ വലിച്ചു തുടങ്ങി. രണ്ടാമത്തെ രഥം എന്ന് പറയുന്നത് പ്രൊമോട്ടർ എന്നുള്ള രഥം നമ്മൾ വലിക്കാൻ കേപ്പബിൾ ആയി. മൂന്നാമത്തെ രഥം നല്ലൊരു സെയിൽസ്മാൻ ആയിട്ട് മാറി. നാലാമത്തെ രഥമാണ് നല്ല സെയിൽസ്മാൻ ആവണമെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. അതേ കമ്മ്യൂണിക്കേഷൻ തന്നെ ടീമിനെ വളർത്താനും നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് മാറുക. എന്ത് വേണം? ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക. നിങ്ങളുടെ ടീമിൽ വരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും നിങ്ങളുടെ ടീമിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പ്രശ്നങ്ങളെ പറ്റിയിട്ടും മറ്റൊരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തെ പറ്റിയിട്ടും വ്യക്തമായിട്ട് ഇരുന്ന് കേൾക്കുക. അവിടെ നിങ്ങൾ 100% നിങ്ങളുടെ കേൾവി അവിടെ ഉപകാരപ്പെടുത്തണം. വേറൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ വേറെ ചിന്തകളിലേക്ക് പോകാൻ പാടില്ല. അവരെന്ത് പറയുന്നു അത് കേൾക്കുക. കാരണം അതിൽ തന്നെ ചിലപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അവരോട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൂ ഉണ്ടായിരിക്കും. സോ ആക്റ്റീവ് ലിസണർ ആയിട്ട് മാറുക. എംപത്തി, മറ്റൊരാൾ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ ഏത് മനോഭാവത്തിലൂടെയാണോ അല്ലെങ്കിൽ ഏത് മാനസിക സ്ഥിതിയിലാണോ അവർ പറയുന്നത്, അതിനെ ഉൾക്കൊള്ളുക എന്നുള്ള ആദ്യത്തെ ഒരു കടമ്പ നമ്മൾ ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ വിഷമിച്ചൊരു കാര്യം ഒരാൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു വിഷമമാണോടോ എന്ന് പറയുന്നതിന് പകരം സാരില്ല, ശരിയാവും എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയവും പേഷ്യൻസും നമ്മൾ കണ്ടെത്തണം. മൂന്നാമതാണ് ഫ്രണ്ട്ലിനെസ്. ഏതൊരു കാര്യവും നമ്മൾ പറയുമ്പോൾ നല്ലൊരു സൗഹൃദത്തോട് കൂടിയിട്ട്, നല്ലൊരു സ്നേഹത്തോട് കൂടിയിട്ട്, ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് അവരോട് പറയാം. അതാണ് ഫസ്റ്റ് കാര്യം. നമ്മുടെ പൊസിഷനോ അല്ലെങ്കിൽ നമ്മുടെ റാങ്കോ അവിടെ അതുമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മൾ ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് വളരെ സ്നേഹത്തോട് കൂടിയിട്ടും വളരെ ഇഷ്ടത്തോട് കൂടിയിട്ടും അവരെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പറയണം. എന്നോട് എപ്പോഴും മൂർത്തി സാറ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ
എന്നെ MC ആയിട്ട് തെരഞ്ഞെടുക്കും. ആ MC ഞാൻ വേണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് പറയുന്ന കാര്യമുണ്ട്, അർജുന് തോന്നുന്നുണ്ടോ ഇത്രയും നന്നായിട്ട് MC ചെയ്യാൻ വേറെ ആർക്കെങ്കിലും പറ്റുന്നു? ഇങ്ങനെ ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചാൽ പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ലാന്നും പറയാൻ പറ്റില്ല, ഉണ്ടെന്നും പറയാൻ പറ്റില്ല. ചുമ്മാതൊന്നല്ല സഫയർ ആയത്. അപ്പൊ ആ ഫ്രണ്ട്ലിനെസ് ആണ് നമുക്ക് വേണ്ടത്. ആ ഫ്രണ്ട്ലിനെസ്സിനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കേൾക്കും. ഇപ്പൊ എന്റെ അമ്മ എന്നോട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് വന്ന് ഇവിടെ ഇരുന്നൊരു ചായ ഒക്കെ ഉണ്ടാക്കി തന്ന് എന്നോട് പറയാണ്, മോനെ കുറച്ച് തേങ്ങ പൊതിക്കാനുണ്ട്, നീ ഇതൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് സമാധാനമായിട്ട് പൊതിച്ച് തായോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചായ കുടിച്ച് പണി കഴിഞ്ഞാൽ അപ്പൊ പോയി പൊതിക്കും. പക്ഷെ അതേ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, എന്നോട് ആ തേങ്ങ പൊതിച്ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, വീണ്ടും പറയും. നാലാമത്തെ പറച്ചിലാണ് എന്തുണ്ടാവുക, ഞാൻ പോവുള്ളൂ. പക്ഷെ ഒരു ചായ വന്നു, മോൻ ഇതൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് വന്ന് പൊളിച്ചാൽ മതിട്ടാ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവുന്നു, ഒരു കുഴപ്പമില്ല, നമ്മൾ പൊളിച്ചു കൊടുക്കും. ഫ്രണ്ട്ലിനെസ്, ഫ്രണ്ട്ലി ആയിട്ട് പറയാം. ലോകത്തിലെ 99% കാര്യങ്ങളും ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞാൽ തീരാന്തേ ഉള്ളൂ. നമ്മൾ വെറുതെ ബലം പിടിച്ച ആ ഇമ്പൾസീവ് ആക്ഷനിൽ നമ്മൾ അങ്ങോട്ട് കയറി 4 ഡയലോഗ് അവിടെ, അവിടുന്ന് 4 ഡയലോഗ് ഇവിടെ, എല്ലാം ശുഭം. സോ ബി ഫ്രണ്ട്ലി ആൻഡ് യൂസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ മാറ്റാൻ വേണ്ടി. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു മരണം സംഭവിച്ചു, ആ മരണത്തിന്റെ ആ ഒരു വക്കിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ മരണം നടക്കുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് കാര്യമില്ല. അവിടെ എന്ത് വേണം, അവിടെ എമ്പത്തറ്റിക് ആവണം. എമ്പത്തറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, എന്തായാലും മൈ ഹാർട്ടി എന്താ പറയുക, അല്ല നമ്മുടെ എന്താ പറയാ കണ്ടോളസൻസും കാര്യങ്ങളൊക്കെ അതിന്റെ ടോണിലും കാര്യങ്ങളും വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവരോട് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ സന്ദർഭവും സമയം നോക്കിയിട്ട് വേണം ഒരാളോട് നമ്മൾ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇപ്പൊ നമ്മൾ സെയിൽസിന് ഇറങ്ങാണ്, ഒരു വീട്ടിൽ ഒരു മരണം നടന്നു, നമ്മൾ അവിടേക്ക് പോവില്ല, കാരണം ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം, ശരിയല്ലേ? ഇപ്പൊ രാവിലത്തെ ഒരു 8 മണിക്ക് നമ്മളൊരു വീട്ടിൽ ചെന്ന് അവിടെ ഏറ്റവും തിരക്കുള്ള ഒരു സമയമായിരിക്കും, അവിടെ നമ്മൾ സെയിൽസ് പറയാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കും? ഇല്ല. സോ ഇതേ കാര്യം തന്നെ ടീമിൽ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഗിവ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ആൾക്കാരോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവരോട് നീ ചെയ്ത് ശരിയായില്ല എന്നുള്ളതല്ല പറയണ്ടേ, അത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായേനെ. അതാണ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഒരിക്കല് ഒരു പ്ലെയിനില്, ആ പ്ലെയിനിൽ നമ്മൾ പലതരത്തിലുള്ള ഇന്ധനങ്ങൾ നിറയ്ക്കും, പല ക്വാളിറ്റിയിലുള്ള ഇന്ധനങ്ങൾ. ഓരോ പ്ലെയിനിന് അടിസ്ഥാനത്തിൽ ഓരോ ഇന്ധനമാണ്. ചിലതിനെ നമ്മൾ ഏറ്റവും പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഫോമിനാണ് ഗ്യാസോലിൻ എന്ന് പറയാം. അല്ലാത്തതിനെ നമ്മൾ വേറൊരു പേര് വിളിക്കുക, അതിന്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. അപ്പൊ ഒരു പ്ലെയിനിൽ ഈ ഗ്യാസോലിന് പകരം വേറൊരു ഇന്ധനമാണ് നിറച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അപകടം സൃഷ്ടിച്ചേനെ. പക്ഷെ എന്തോ ലക്കിലി ആ പ്ലെയിൻ ലാൻഡായി, അതിലുണ്ടായിരുന്ന 3 പേര് സേഫ്ലി പാഡിലേക്ക് എത്തി. പാഡിലേക്ക് എത്തിയ സമയത്ത് അതിന്റെ കമാൻഡർ ആദ്യം ചോദിച്ചത് ആരാണ് ഇതിൽ ഇന്ധനം നിറച്ചെന്നുള്ളതാ. ആ വ്യക്തി വളരെ പേടിച്ച് ഭയന്ന് അയാളുടെ അടുത്തേക്ക് ചെന്നു. അടുത്തേക്ക് ചെന്നപ്പോ ഈ വ്യക്തി ഉടനടി പറഞ്ഞു, സാറേ സോറി, എന്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ കമാൻഡർ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുഴപ്പമില്ല, അത് പ്രശ്നമില്ല, എന്തായാലും ഇനി അങ്ങനെ ഒരു തെറ്റ് താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാ. എന്തായാലും അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ ഞാൻ പോകുന്നത് ഇന്ന വിമാനമാണ്, ഇതിലത്തെ ഫ്യൂല് താങ്കൾ നിറച്ചോളൂ. 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചേ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ചെയ്ത തെറ്റിനെ എന്ത് ചെയ്തു, ഇനി ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ അദ്ദേഹം മാറ്റി. എന്താ, ഇനി താങ്കൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, നോ പ്രോബ്ലം. രണ്ടാമത് എന്ത് ചെയ്തു, കറക്ഷനുള്ള ഒരു വഴി കൊടുത്തു. ഇതാണ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇത് കൊടുക്കാൻ നമ്മൾ പഠിക്കണം. അതിനെന്ത് വേണം, സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമ്മൾ എടുക്കണം. അതാണ് 4ാമത്തെ രഥം. 99% പ്രശ്നങ്ങളും മാറ്റാൻ നിങ്ങൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് മാറിയാൽ മതി. മിണ്ടാതിരിക്കേണ്ട സമയത്ത് മിണ്ടാതിരിക്കുക, സംസാരിക്കേണ്ട സമയത്ത് പതിയെ നല്ല ഒരു മൂഡോട് കൂടിയിട്ട് സംസാരിക്കുക. ഒരാളെ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വിളിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മൂഡിൽ വേണം അവരെ വിളിക്കാൻ വേണ്ടിയിട്ട്. വളരെ മോശമായ ഒരു മൂഡിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വിളിക്കരുത്. സോ 4th ചാരിയറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് മാറുക. 5th ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്തു, ഈ 4 രഥങ്ങളും വലിച്ചു കഴിഞ്ഞു. ഇനി 5ാമത്തെ രഥം എന്താണ്, നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനല്ലേ, ആൾക്കാരെ പോയി പ്രോസ്പെക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു, കാണുന്നു, കൊണ്ടുവരുന്നു. ഇനി നമ്മൾ എന്താണ്, അടുത്ത തലത്തിലേക്ക് പോകണം, ഓർഗനൈസർ ആയിട്ട് മാറണം. നമ്മൾ സ്വന്തമായിട്ട് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യണം, പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യണം. ഷോപ്പിലായിക്കോട്ടെ, ഹോം മീറ്റിംഗ് ആയിക്കോട്ടെ, ഹോൾ മീറ്റിംഗ് ആയിക്കോട്ടെ. അപ്പൊ അതിന് ഗുണകരമാവുന്ന 7 സ്റ്റെപ്പുകളിൽ ആദ്യത്തെ കാര്യമാണ് ഓർഗനൈസ് യുവർ ടീം. ഒറ്റയ്ക്ക് നമുക്ക് എന്തായാലും ഒന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക. ഹോം മീറ്റിംഗ് ആണോ, ആരുടെ വീട്ടിലാണ് നടത്തേണ്ടത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അവരുടെ ഇമ്മീഡിയറ്റ് ലൈൻ ഓഫ് സ്പോൺസേഴ്സിനെ ഇൻഫോം ചെയ്തിട്ട് അവർക്ക് ഒരു ഗ്രൂപ്പ് കമ്മിറ്റി ഫോം ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു മീറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹോൾ മീറ്റിംഗ് ആണെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ഹോളിന് എത്ര വാടക വരും, അവിടെ എത്ര ചെയർ വരും, അവിടെ വെള്ളം പ്രൊവൈഡ് ചെയ്യണം, ഫുഡ് പ്രൊവൈഡ് ചെയ്യണോ വേണ്ടയോ, ഉച്ചവരെ വേണോ വൈകിട്ട് വേണോ, ഇതിന്റെ വ്യക്തമായ പ്ലാനിങ് ആണ് നല്ലൊരു ഓർഗനൈസർ ചെയ്യുക. നല്ലൊരു ഡേറ്റ് തിരഞ്ഞെടുക്കുന്നു, അതിന് ഒത്ത ഒരു ലീഡറിനെ നമ്മൾ നോക്കുന്നു, അയാളുടെ ഡേറ്റ് വിളിച്ച് കൺഫേം ചെയ്യുന്നു, ഓക്കെ ആണോ
എന്നുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇവന്റിന്റെ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷം പ്രൊമോഷൻ തുടങ്ങുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ബിസിനസ്സിൽ നിങ്ങളൊരു ഓർഗനൈസർ ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓർഗനൈസേഷൻ എന്നൊരു പദവി ഏറ്റെടുത്ത ആൾക്കാരാണ് ഇന്ന് ടെക്നിക്കൽ അച്ചീവേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്നത്. അത് 100% ഉറപ്പാണ്. അവർ സ്വന്തമായിട്ട് എന്ത് ചെയ്തു, പ്രോഗ്രാമുകൾ ഏറ്റെടുത്ത് നടത്തി തുടങ്ങി. നമുക്ക് പ്രോഗ്രാം നടത്താൻ എന്നും ഒരാൾ വരില്ല. നമ്മൾ സ്വന്തമായിട്ട് പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്തി കോർഡിനേറ്റർ ആയിട്ട് മാറണം. അപ്പൊ 5ാമത്തെ രഥം എന്ന് പറയുന്നത് നല്ലൊരു ഓർഗനൈസർ ആയിട്ട് മാറുക എന്നുള്ളതാണ്. 6ാമത്തെ രഥം പ്രസന്റർ ആയിട്ട് മാറുക. കാരണം ഇത്രയും നേരം വരെ നമ്മൾ 1-on-1ഉം 4-5 പേർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഓർഗനൈസ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ ലീഡർ വന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ആ ലീഡറിന്റെ പദവിയിലേക്ക് നമ്മൾ മാറുകയാണ്. കാരണം 6 മാസത്തെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു, മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തു. ഇനി നമ്മൾ പ്രസന്റേറ്റർ ആയിട്ട് മാറുകയാണ്. ആ പ്രസന്റർ ആയിട്ട് മാറുമ്പോൾ എന്ത് വേണം? നമ്മൾ നല്ല ഡ്രസ് കോഡ് ധരിക്കണം, കൃത്യസമയത്ത് ഒരു പ്രോഗ്രാമിലേക്ക് എത്തണം. ഒരു മീറ്റിംഗ് ആണെങ്കിൽ ആ മീറ്റിംഗ് തുടങ്ങുമ്പോൾ ഇമ്പാക്റ്റോട് കൂടിയിട്ട് തുടങ്ങണം. ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഒരു ഓപ്പണിംഗ് വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടി. ഞാൻ ഒരിക്കലും മുകേഷ് കോട്ടാരി സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ അദ്ദേഹം ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേര് ഗുഡ് മോർണിംഗ് പറഞ്ഞു, കുറച്ച് പേര് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഗുഡ് മോർണിംഗ് പറയാത്തവർക്ക് എന്തായാലും ഒരു ഗുഡ് മോർണിംഗ് ഇരിക്കട്ടെ, പക്ഷെ ഞാൻ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ പറ്റി എന്ത് വേണമെങ്കിലും വിചാരിക്കാം. ഞാൻ ഒരാളോട് ചിരിക്കുകയാണ്, ഞാൻ ഒരാളെ വിഷ് ചെയ്യാണ്, അയാൾ എന്നോട് തിരിച്ച് വിഷോ ചിരിക്കോ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്ത് വിചാരിക്കാം? അയാളുടെ ഭാര്യ ഇന്ന് രാവിലെ അയാളെ തല്ലിയുണ്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കലഹം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വരണ വഴിക്ക് എന്തുണ്ടാവും, വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു. എനിക്ക് നിങ്ങളെ പറ്റി എന്ത് വേണമെങ്കിലും വിചാരിക്കാം. എന്റെ വിചാരത്തെ നിങ്ങൾക്ക് തടുക്കാൻ പറ്റില്ല. പക്ഷേ എങ്ങനെ തടുക്കാൻ പറ്റും? ഞാൻ തിരിച്ച് ഒരു ഗുഡ് മോർണിംഗ് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിങ്ങളെ പറ്റി ഒന്നും വിചാരിക്കില്ല. അപ്പൊ ഞാൻ വിചാരിക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആള് ഒരു ഗുഡ് മോർണിംഗ് കൂടി പറഞ്ഞപ്പോൾ അവിടുത്തെ 50 പേരും ഗുഡ് മോർണിംഗ് പറഞ്ഞു. ദാറ്റ് ഈസ് ആൻ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്. ഇമ്പാക്ട്. ജനങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് വന്നു. പിന്നെന്ത് വേണം? അറൗസ് ക്യൂരിയോസിറ്റി. അല്ലെ, അടുത്തത് എന്താ സംഭവിക്കാൻ പോകുന്നേ എന്നുള്ള തലത്തിൽ വേണം നമ്മൾ കാര്യങ്ങളെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മേക്ക് ദം അവെയർ അബൌട്ട് പ്രസന്റ് സിറ്റുവേഷൻ. ഇപ്പോൾ സമകാലികമായിട്ട് അവരുടെ ചുറ്റുപറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ, അതായത് മായം ചേർക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതേപോലെ തന്നെ ഇന്ന് വളർന്നു വരുന്ന ഇന്നത്തെ ഒരു രീതി, വിലക്കയറ്റം, ഇതൊക്കെ അവർ ശരിയായ രീതിയിൽ നമ്മൾ അവബോധപ്പെടുത്തിയതിനു ശേഷം അതിനൊരു സൊല്യൂഷൻ ആയിട്ട് RCMനെ പ്രസന്റ് ചെയ്യുക, അതിന്റെ ബെനിഫിറ്റ് പറയുക. ഇതിന്റെ ഇടയിൽ ഫോക്കസ് വിട്ടുപോകരുത്. നമുക്ക് ഈ ബിസിനസ്സിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടും. എല്ലാ അറിവും എല്ലായിടത്തും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഹോം മീറ്റിംഗിന് എന്താണോ കൊടുക്കേണ്ടത് അത് അവിടെ കൊടുക്കുക, ഹോൾ മീറ്റിംഗിന് എന്താണോ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കുക, ഷോർട്ട് മീറ്റിംഗിന് എന്താണോ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കുക, ട്രെയിനിങ്ങിന് എന്താണോ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കുക. ഫോക്കസ് വിട്ടുപോകരുത്, കഥ പറഞ്ഞു പോകരുത്. എന്തിനാണോ വന്നത് അത് നിറവേറ്റുക. കരിസ്റ്റമാറ്റിക് ആയിരിക്കും. എന്താ കരിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ നല്ല ജോളി ആയിട്ട്, ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ മിങ്കിൾ ചെയ്യാൻ തോന്നുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുക. നല്ല നല്ല രസകരമായിട്ട് അത് അവതരിപ്പിക്കുക. എൻഗേജ് ഓഡിയൻസ്. ഇടയ്ക്ക് ചോദിക്കുക, ഓഡിയൻസിനെ വിളിച്ച് ചോദിക്കുക, അങ്ങനെയല്ലേ സാറേ, സാറ് പറയൂ, ഇവിടെ ഒരു വീട്ടിലേക്ക് നിത്യേന ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു മാസം മേടിക്കുകയാണെങ്കിൽ എത്ര വരും? സാറിന്റെ വീട്ടിൽ എത്ര പർച്ചേസ് ചെയ്യും? അത് അവരെന്ത് ചെയ്യാണ്? എൻഗേജ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് എങ്ങനെ ക്ലോസ് ചെയ്യണം? നല്ലൊരു ലാസ്റ്റിംഗ് ഇംപ്രഷനോട് കൂടിയിട്ട് വേണം നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ ഉള്ളിൽ അത് പതിയണം. ആ ലെവൽ ഒരു ഇംപ്രഷനോട് കൂടിയിട്ട് വേണം നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത രഥമാണ് ടീം പ്ലെയർ. അപ്പൊ നമ്മൾ പ്രസന്റർ ആയിട്ട് മാറി. പക്ഷെ പ്രസന്റർ ആയിട്ട് മാറിയിട്ട് കാര്യമില്ല. ലീഡറിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പ്രസന്ററിൽ നിന്ന് നമ്മൾ എന്തായിട്ട് മാറണം? ഒരു ടീം പ്ലെയർ ആയിട്ട് മാറണം. ടു ബി എ ലീഡർ യു മസ്റ്റ് ഫസ്റ്റ് ബി എ ടീം പ്ലെയർ ആൻഡ് യു മസ്റ്റ് കെയർ ഫോർ ദ മെൻ യു ലീഡ്. നിങ്ങൾ ഒരു ലീഡർ ആയിട്ട് മാറണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ ടീമിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കണം. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കെയർ ചെയ്യണം. എന്നാലേ നിങ്ങൾ നല്ലൊരു ലീഡറായിട്ട് മാറും. നിങ്ങളുടെ പൊസിഷൻ വൈസ് ഒരിക്കലും നിങ്ങളൊരു ലീഡർ അല്ല. നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ സംസാരവും മറ്റൊരു വ്യക്തിയോടുള്ള നിങ്ങളുടെ പെരുമാറ്റവും അനുസരിച്ചിട്ടാണ് നിങ്ങളൊരു ലീഡറായിട്ട് മാറുക. അതുകൊണ്ട് പൊസിഷൻ അല്ല ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ക്വാളിറ്റിയാണ്. സോ 7ാമത്തെ രഥം എന്ന് പറയുന്നത് ടീമിന്റെ കൂടെ, ടീമിലെ ഒരാളായിട്ട് മാറുക എന്നുള്ളതാണ്. ആൻഡ് അടുത്ത രഥം, 8ാമത്തെ രഥം എന്ന് പറഞ്ഞാൽ നല്ലൊരു ലീഡറായിട്ട് മാറുക. നല്ലൊരു ലീഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് അവയർനെസ് ഉണ്ടാവണം. അല്ലെ, താങ്കൾ ചെയ്യുന്ന കാര്യത്തെ പറ്റിയിട്ട് വ്യക്തമായ ഒരു ധാരണ വേണം. അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അത് മാറ്റാൻ റെഡി ആയിരിക്കണം. രണ്ടാമത്, റെസ്പെക്ട് കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. താഴെ വരുന്ന അസോസിയേറ്റ്സിന് അവർ അർഹിക്കുന്ന രീതിയിലുള്ള റെസ്പെക്ട്, എല്ലാവരും തുല്യഭാവത്തോട് കൂടിയിട്ട്, എല്ലാവരും നല്ലൊരു മനസ്സോട് കൂടിയിട്ട് കാണാനുള്ള ഒരു റെസ്പെക്ട് നമ്മൾ അവർക്ക് കൊടുക്കണം. ഏത് ജോലിയിലുള്ള ആളായിക്കോട്ടെ, ഏത് മേഖലയിൽ നിന്ന് വന്ന ആളായിക്കോട്ടെ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായിക്കോട്ടെ, അവരർഹിക്കുന്ന റെസ്പെക്ട് അവർക്ക് കൊടുക്കാൻ നമ്മൾ
പ്രാപ്തരാണ്, അത് നമ്മൾ ചെയ്യും, എന്നാലേ നമുക്കിത് തിരിച്ചു കിട്ടൂ. മൂന്നാമത് എന്ത് വേണം? മമതയോട് കൂടിയിട്ട്, കമ്പാഷനോട് കൂടിയിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുക, സംസാരിക്കുക. വിഷൻ, നല്ലൊരു വിഷൻ വേണം അല്ലെ? അടുത്ത 10 കൊല്ലത്തിൽ എനിക്കും എന്റെ ടീമിനും എന്ത് ചെയ്യാൻ സാധിക്കും, എവിടെ വരെ എത്തും. 5, ഞാൻ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടന്റ്. 6-മതാണ് ലേണിംഗ്, പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ? എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ അറിവും ഞാൻ നേടിയെന്ന് വെച്ചാൽ അന്ന് അതിന്റെ അർത്ഥം ഞാൻ ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് ഇനി എത്താനുണ്ടെന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാണ് ഞാൻ വളരുക. സോ ഓൾവേസ് ബി ഇൻ എ ലേണിംഗ് മെന്റാലിറ്റി. 7-മത് എന്താ? കൊളാബറേഷൻ, എല്ലാവരുമായിട്ട് ഒരുമിച്ച് കൂട്ടായ പ്രവർത്തനത്തിലോടുകൂടി മുന്നോട്ട് പോകാനുള്ള മനോഭാവം. 8-മതാണ് ഇൻഫ്ലുവൻസ് അല്ലെ? എന്താണ് ഇൻഫ്ലുവൻസ്? ശരിയായ രീതിയിൽ ഒരു കാര്യം ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയാ? ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ച് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുക. അല്ലാതെ പറയുന്നത് ഓർഡറാ. ഇവിടെ ഓർഡർ അല്ല വേണ്ടത്, ഇൻഫ്ലുവൻസ് ആണ് വേണ്ടത്. 9-മത്തതാണ് ഇന്റഗ്രിറ്റി, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സിസ്റ്റം പറയുന്ന കാര്യങ്ങളല്ലാതെ അവിടെ നിന്ന് വേറെ ഒരു രീതിയിലും നമ്മൾ വഴിതെറ്റി പോവാൻ പാടില്ല. ഇന്റഗ്രിറ്റിയോട് കൂടിയിട്ട് ഈ ബിസിനസ്സിൽ വേണം, ഇന്റഗ്രിറ്റിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം. ഇന്റഗ്രിറ്റി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സത്യസന്ധത, സത്യസന്ധരായിട്ടിരിക്കുക. അതാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ എല്ലാം കൊണ്ടുതരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങൾ ഇന്റഗ്രിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറുമ്പോഴാണ്. അതൊരിക്കലും ലൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പറഞ്ഞ വാക്കിന് അതേ രീതിയിൽ വില ആൾക്കാർ തരണമെങ്കിൽ നിങ്ങൾ ആ വാക്ക് പാലിച്ചേ പറ്റൂ. ഏതൊരു കാര്യം ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് ചോദിച്ചു വരണമെങ്കിൽ നിങ്ങൾ ആ കാര്യം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, ഏറ്റവും സത്യസന്ധമായിട്ട് നീതിപൂർവ്വം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. അതാണ് എന്താണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് കറേജ്, ധൈര്യം. ആരും എടുക്കാത്ത ഓഫർ ഞാൻ എടുക്കും, ആരും എടുക്കാത്ത ടാർഗറ്റ് ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നുള്ള കറേജ്. 11-ആണ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാവരോടും നന്ദി, എല്ലാവരോടും നന്ദി. പ്രപഞ്ചത്തിനോട് നന്ദി, ജനിപ്പിച്ച മാതാപിതാക്കളോട് നന്ദി, അറിവ് തന്ന ഗുരുനാഥന്മാർക്ക് നന്ദി, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ കാരണമായ ഓരോ വ്യക്തികൾക്കും നന്ദി, ഈ പ്ലാറ്റ്ഫോമിൽ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും നന്ദി. എല്ലാവരോടും നന്ദിയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. 12-മത്തതാണ് റെസിലിയൻസ്. എന്ത് വന്നാലും വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ ഒരുപാട് ബിസിനസ് ചെയ്തു, ഒരുപാട് ജോലി ചെയ്തു, നമ്മൾ എന്നിട്ടും എവിടെയും എത്തിയില്ല. പക്ഷെ RCMലേക്ക് ആരൊക്കെയോ പറഞ്ഞെത്തി. ഇനി ഇതിലൂടെ ഒരു അവസരമുണ്ട്, അത് പാഴാക്കാൻ നമ്മുടെ കയ്യിൽ സമയമില്ല. ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുക, മുന്നോട്ട് പോകാനുള്ള മനോഭാവം. എന്തുണ്ടായാലും വിടില്ല എന്ന് വെച്ചാൽ വിടില്ല. ആ ലെവലിൽ പോവാനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ റെഡിയാക്കി എടുക്കണം. അതാണ് 8-മത്തെ രഥം, ലീഡർ എന്ന് പറയുന്നത്. പക്ഷെ ലീഡർ ആയിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്വം തീരുന്നില്ല. അവിടെ നിന്നാണ് ശരിക്കും എന്ത് തോന്നുന്നത്, ഈ ബിസിനസ് തുടങ്ങുന്നത്. കാരണം ഒരു ലീഡർഷിപ്പിലേക്ക് എത്തി, പക്ഷേ ടീമിൽ വരുന്ന ആൾക്കാരെ ആ ലെവലിലേക്ക് ഉയർത്തണമെങ്കിൽ എന്ത് വേണം? അവരിലേക്ക് നമ്മൾ ചെയ്ത അതേ പ്രവൃത്തി തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കണം, മോട്ടിവേറ്റ് ചെയ്യണം. അതിനെയാണ് എന്ത് പറയാ? ഡെലിഗേറ്റർ ആയിട്ട് മാറണം. ഹൗ ടു ഡെലിഗേറ്റ് എഫക്റ്റീവ്ലി അല്ലെ? അതിന് ആദ്യം എന്ത് വേണം? എന്താണ് കൊടുക്കണ്ടേ, എന്താണ് ഡെലിഗേറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. ഇപ്പോ ഒരു മീറ്റിംഗ് നടത്താനുള്ള കാര്യമാണ്, ഇത്രയും കാലം നിങ്ങളാണ് ഓർഗനൈസ് ചെയ്തിരുന്നത്, അത് ഇനി എന്റെ ടീം ചെയ്യട്ടെ എന്നൊരു തീരുമാനം എടുക്കുന്നു. ആരാണ് അത് ചെയ്യാൻ ഏറ്റവും മിടുക്കൻ, അത് കണ്ടുപിടിക്കുക. വാട്ട് ടു ഡെലിഗേറ്റ്, ഹൂ ടു ഡെലിഗേറ്റ്. അത് കഴിഞ്ഞിട്ട് ആ വ്യക്തിനെ വിളിച്ചിട്ട്, ആ ടീമിനെ വിളിച്ചിട്ട് ഇതെങ്ങനെ ചെയ്യണം, പ്ലാനിങ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു വട്ടം അവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തതിന് ശേഷം, അവരത് ചെയ്തതിന് ശേഷം അത് ശരിയായിട്ട് നടന്നുവോ അതിന്റെ ഫീഡ്ബാക്ക് ഇതൊക്കെ കൊടുക്കുക. ഇതാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്യാത്തോളം ബിസിനസ് വളരില്ല. ലീഡർഷിപ്പ് സ്ഥാനത്ത് നമ്മൾ മാത്രം ഇരിക്കും, വേറെ ഒരാളും കയറി വരില്ല. കാരണം നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ടീമിൽ വരുന്ന ആൾക്കാരെ വളർത്തുക എന്നുള്ളത്. അവരോട് പറയണം എന്തിന് നിങ്ങൾ ടാർഗറ്റ് എടുക്കുന്നു, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി. എന്തിന് നിങ്ങൾ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നു, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഇതിൽ സ്കിൽഡ് ആവണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം. നിങ്ങൾ എന്തിന് സെയിൽസിന് ഇറങ്ങുന്നു, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അത് ഡെലിഗേറ്റ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷനും നമ്മുടെ കയ്യിൽ വേണം. ബി എ ഗുഡ് ഡെലിഗേറ്റർ. അത് കഴിഞ്ഞിട്ട് 10-മത്തെ രഥമാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ ദിസ് ബിസിനസ്. അതാണ് പ്രോബ്ലം സോൾവർ എന്ന് പറയുന്നത്. ഈ രഥം വലിക്കാനാണ് പാടുപെടുന്നത് ആൾക്കാർ, ഈ രഥം. കാരണം ബിസിനസ് വളരുന്നതിന്റെ ഒപ്പം പ്രശ്നങ്ങളും വളരും. അത് പ്രപഞ്ച നിയമമാണ്, വേറൊന്നുമല്ല, പ്രപഞ്ച നിയമമാണ് അല്ലെ? ഇപ്പൊ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരുന്നു നമ്മൾ ഈ വെയിലത്ത് നടക്കുക എന്നുള്ളത്. ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടാണ് സൈക്കിള് വന്നത്. സൈക്കിള് വന്നപ്പോൾ വീണ്ടും ഒരു പ്രശ്നം വന്നു, സൈക്കിൾ ഒരാൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് വന്നു? സൈക്കിളിന്റെ പിന്നിൽ ഒരു സ്റ്റാൻഡ് വന്നു, അതുമ്പോൾ ഒരാൾക്കും കൂടി ഇരിക്കാം. പക്ഷെ രണ്ടാളും പോകുന്നുണ്ട്, എന്താണ്? നല്ല വെയിലുമാണ്, സ്പീഡിൽ പോകാനും പറ്റുന്നില്ല. അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിനാണ് എന്ത് വന്നത്? ബൈക്ക് വന്നത്. ബൈക്ക് വന്നപ്പോ എന്താ സുഖമാണ്, നല്ല ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പോകാൻ സാധിക്കും. അങ്ങനെ പോയി 2-3 സ്ഥലത്ത് ആക്സിഡന്റ് നടന്നപ്പോൾ ബൈക്ക് ഒട്ടും സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ വന്നു. അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് എന്ത് വന്നു? കാറ് വന്നു.
കാറ് വന്നപ്പോൾ 2 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാറ് വന്നു. അപ്പൊ മനസ്സിലായി 2 പേര് മാത്രം പോയാൽ മതിയോ, കുടുംബത്തിലെ ആൾക്കാർ പോകേണ്ടത് ചോദിച്ചപ്പോൾ 4 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന കാറ് വന്നു. 4 പേരുള്ള കുടുംബത്തിന് 4 സീറ്റുള്ള വണ്ടി മതി. പക്ഷേ 6 പേരുള്ള കുടുംബത്തിന് എന്ത് വേണം? അങ്ങനെ നോക്കിയപ്പോൾ ട്രാവലർ വേണം. ട്രാവലർ വന്നപ്പോൾ മനസ്സിലായി ഇത്രയും പേർക്ക് പോകാൻ പറ്റുന്ന വെച്ചാൽ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഒരു ടൂർ പോകണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലിയ വണ്ടി വേണ്ട. അങ്ങനെ ഒരു ബസ് വന്നു. ഫോർ എവരി പ്രോബ്ലം ദർ ഈസ് എ സൊല്യൂഷൻ. ഫോർ എവരി പ്രോബ്ലം ദർ ഈസ് എ സൊല്യൂഷൻ. പ്രോബ്ലംസ് ഉണ്ടാവും. പ്രോബ്ലംസ് ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? വളർച്ച ഉണ്ടാവുള്ളൂ അല്ലെ? അന്ന് ഒരു സൈക്കിളിൽ ഒരാൾക്ക് പോകുന്ന കാര്യം മാത്രം ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന സ്ഥലത്തേക്ക് എത്തില്ല. അപ്പൊ ബസ്സുകളുടെ എണ്ണം കൂടി, കാറുകളുടെ എണ്ണം കൂടി, ബൈക്കുകളുടെ എണ്ണം കൂടി. ഇപ്പൊ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ? ട്രാഫിക്. അപ്പൊ ഇത് പതുക്കെ 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 എന്താവും? പ്രോബ്ലംസ് വരും, അതിന് സൊല്യൂഷൻ ഉണ്ടാവും, വീണ്ടും പ്രോബ്ലംസ് വരും. ഇറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ ലൈഫ്. അല്ലേ? നമ്മുടെ ലൈഫിൽ പ്രോബ്ലം വരുന്നില്ലേ? നല്ലൊരു ദിവസം ജോലി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ മോൻ നോക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് വീണിട്ട് കാലൊടിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. പ്രോബ്ലമാണ് അല്ലേ? അപ്പൊ ആളെ നമ്മൾ കൊണ്ടുപോകുന്നു, ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, സാധനങ്ങളൊക്കെ കിട്ടുന്നു, കിടക്കുന്നു. ഇനി 2 മാസം ആൾക്ക് പോകാൻ പറ്റില്ല. ദാറ്റ് ഈസ് എ പ്രോബ്ലം. പക്ഷെ ആ പ്രോബ്ലമിനെ നമ്മൾ തരണം ചെയ്തില്ലേ? ഇത്രയും കാലം ജീവിതത്തിൽ എന്തോരം പ്രോബ്ലങ്ങൾ വന്നു, അസുഖങ്ങൾ വന്നു, പ്രതിസന്ധികൾ വന്നു, വെള്ളപ്പൊക്കം വന്നു, കൊറോണ വന്നു, RCM എന്ന പ്രസ്ഥാനം തന്നെ കുറച്ച് നാളത്തേക്ക് നിന്നുപോയി. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഇവിടെ ഇരിക്കുന്നില്ലേ? നമ്മൾ ശ്വസിക്കുന്നില്ലേ? നമ്മൾ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നില്ലേ? ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയൊരു കോരിത്തെരിപ്പ് ഉണ്ടാവുന്നില്ലേ? ഇത്രയേ ഉള്ളൂ. പ്രശ്നങ്ങൾ വരും. എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിന്റെ ഏറ്റവും നിയറസ്റ്റ് സൊല്യൂഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. 3 ടിപ്സ് ഫോർ എഫക്റ്റീവ് പ്രോബ്ലം സോൾവിംഗ് ഈസ് ദാറ്റ് നോട്ട് എവരി പ്രോബ്ലം സോൾവിംഗ് ഈസ് ഇമ്മീഡിയറ്റ്ലി സക്സസ്ഫുൾ. എല്ലാ പ്രോബ്ലം സോൾവിംഗ് എന്നും പറയുന്നത് ഉടനടി സക്സസ്ഫുൾ ഒന്നും ആവില്ല അല്ലെ? ഞാൻ പറഞ്ഞു, ഒരു സൈക്കിളിൽ നിന്ന് കാറിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കൊല്ലങ്ങളായിരുന്നു. പക്ഷെ ഫൈനലി അതിന് റിസൾട്ട് കിട്ടി. അപ്പൊ എല്ലാ പ്രോബ്ലമും ഒറ്റയടിക്ക് പരിഹരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇൻ ദ ടൈം അത് പരിഹരിച്ചു പോകും. പ്രോബ്ലം സോൾവിംഗ് ഈസ് എ ലേൺ സ്കിൽ. അതെന്ത് വേണം? ഒരു ലേൺ സ്കില്ലാണ്. വെച്ചടി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എന്താവും? അതിൽ അഗ്രഗണ്യനായിട്ട് മാറും. ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ച പ്രോബ്ലം സോൾവർ ആണ് CRN മൂർത്തി എന്ന വ്യക്തി. അതിനപ്പുറം ഒരു പ്രോബ്ലം സോൾവിംഗ് മെന്റാലിറ്റി ഞാൻ ആരിലും കണ്ടിട്ടില്ല. ദ പീക്ക് ലെവൽ. ആട്ട പൊട്ടി എന്ന് പറഞ്ഞാൽ അപ്പൊ പറയും പൊട്ടിക്കാതെ ആട്ട ഉപയോഗിക്കാൻ പറ്റുമോ അർജുൻ എന്നുള്ളത്. സാറേ, കടയിൽ ഇന്ന സാധനം വരുന്നില്ല, ഡിപ്പോയിൽ ഇത്രയും സാധനങ്ങൾ വരുന്നില്ല, എന്ത് ചെയ്യാം? ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ തിരിച്ചു പറയും അത് നല്ല കാര്യമില്ല അർജുൻ. സാധനങ്ങൾ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം വിൽപ്പന ഇല്ല എന്നുള്ളതല്ലേ? സാധനം വരുന്നില്ല എന്ന് വെച്ചാൽ അത്രയും മൂവ്മെന്റ് ഉണ്ടെന്നല്ലേ? എന്തുകൊണ്ട് അത് കസ്റ്റമറിനോട് പറഞ്ഞുകൂടാ? ഏതൊരു പ്രോബ്ലത്തെയും ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നോണ്ടാണ് അദ്ദേഹം സഫർ ആയിട്ടിരിക്കുന്നത്. ഏതൊരു പ്രോബ്ലത്തെയും നമ്മൾ പ്രതിസന്ധിയായിട്ട് കാണുന്നോണ്ടാണ് നമ്മൾ വിചാരിച്ച വളർച്ച കൈവരിക്കാൻ സാധിക്കാത്തത്. നോട്ട് എവരി പ്രോബ്ലം സോൾവിംഗ് ഈസ് സക്സസ്ഫുൾ ഇൻ എ വേ ടീം വുഡ് ലൈക്ക് ഇറ്റ്. ഇനി എല്ലാ പ്രോബ്ലം സോൾവിങ്ങും ടീമിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആയിക്കൊള്ളണമെന്നില്ല, അതൊരു നിർബന്ധമില്ല. പക്ഷേ ദ പർപ്പസ് ഈസ് ദാറ്റ് ദ പ്രോബ്ലം നീഡ്സ് ടു ബി സോൾവ്. അത്രയേ ഉള്ളൂ. അതെല്ലാവരും ഇഷ്ടപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ എല്ലാവരും സമാധാനപ്പെടുത്തിയിട്ടോ എല്ലാവരും വാത്സല്യത്തോടു കൂടി തലോടിയിട്ടോ ഒന്നും പറ്റിയെന്ന് വരില്ല. ചില കാര്യങ്ങൾ സോൾവ് ചെയ്യേണ്ടത് കറക്റ്റ് സമയത്ത് സോൾവ് ചെയ്തേ പറ്റൂ. ചിലത് സോൾവ് ചെയ്യാൻ പറ്റില്ല, ലെറ്റ് ഇറ്റ് ഗോ. പക്ഷെ ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങൾ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയും പ്രോബ്ലം വരും. ബട്ട് എന്ത് വേണം? നമ്മൾ അതിനെ അതിജീവിക്കണം. നമ്മൾ അതിന്ന് പാഠങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ നമ്മൾ പഠിക്കണം. ഒരു മെക്കാനിക് ഷോപ്പിലേക്ക് ഒരാൾ വരികയാണ് സ്കൂട്ടി പഞ്ചറായിട്ട്. ഇത് നന്നാക്കാൻ മെക്കാനിക്കിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താ? അത് നന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപയെ കിട്ടുള്ളൂ. പക്ഷെ ഒരു എഞ്ചിൻ ഫെയിലർ വന്നാലോ? ഒരു വണ്ടി വരികയാണ്, മൊത്തം എഞ്ചിൻ പോയി കിടക്കും, ഓ സന്തോഷം, ആള് അറിഞ്ഞ് പണിയും. പ്രോബ്ലം എത്ര വലുതാവുന്നോ അത്രത്തോളം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനം വലുതാവും. നിങ്ങളുടെ ടീമിലോ നിങ്ങൾക്കോ പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, ഇറ്റ് ഈസ് ബിക്കോസ് യുവർ ബിസിനസ് ഈസ് ഗ്രോയിങ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു മൂലയ്ക്ക് നിൽക്കുമ്പോൾ ആർക്കും എന്നോടൊരു പരാതിയില്ല, എനിക്ക് ആരോടും പരാതിയില്ല. പക്ഷെ എന്റെ കൂടെ ഒരാൾ വരുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക. ശരിയല്ലേ? എന്തുകൊണ്ടാ? അവിടെ സ്നേഹമുള്ളതുകൊണ്ടാ. സ്നേഹം ഇല്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ വെറുതെ അഭിപ്രായ വ്യത്യാസത്തിന് പോവോ? അടിക്ക് പോവോ? ഇല്ല. വഴി പോകുന്ന ഒരാളെ പിടിച്ച് നമ്മൾ വെറുതെ തർക്കിക്കാൻ നിൽക്കില്ലല്ലോ. എവിടെയാണോ സ്നേഹമുള്ളത് അവിടെയാണ് പ്രശ്നമുള്ളത്. എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെയാണ് പരിഹാരമുള്ളത്. ആ പരിഹാരത്തിന്റെ പേരാണ് സ്നേഹം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ 10th ചാരിയറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട രഥമാണെന്ത്? പ്രോബ്ലം സോൾവർ ആവുക എന്നുള്ളത്. അത് എല്ലാവർക്കും പറ്റിയ പണിയല്ല. പക്ഷേ ഈ ബിസിനസ്സിൽ നിലനിൽക്കണമെങ്കിൽ അതൊരു തൊഴിലായിട്ട് ഏറ്റെടുത്താലേ നടക്കൂ. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതാണ് 10 രഥങ്ങൾ. ഈ 10 രഥങ്ങൾ നിങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ, ഈ 10 രഥങ്ങൾ നിങ്ങൾക്ക് ഒരേ കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ RCM ബിസിനസ് ഇസ് ദ മോസ്റ്റ് ഈസി ബിസിനസ് ടു ഡു. പക്ഷെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. മൂന്നാമത്തെ ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. അതാണ് ക്രിയ.
അല്ലെ? വൈ പറഞ്ഞു, ഹൗ പറഞ്ഞു, ഇനിയാണ് ക്രിയ, ആക്ഷൻ. ആ ആക്ഷനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളോട് ചോദിക്കുക, ആർ വി ഡൂയിങ് വാട്ട് വി ആക്ച്വലി പ്ലാൻ ടു ഡു? ഞാൻ ഈ ബിസിനസിനെ പറ്റി കേട്ടിട്ട് ഐഡിയ എടുത്ത സമയത്ത് ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ഞാൻ ചെയ്തോ? ഇഫ് വി ആർ, നിങ്ങളിപ്പോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ അവിടെ ഉപയോഗിച്ചോ? നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ 100% നിങ്ങൾ ഉപയോഗിച്ചു. ഒരു മരത്തിനോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചെടിയോട് നമ്മൾ ചോദിക്കുകയാണ് എത്ര വരെ വളരും ചോദിച്ചാൽ ആ ചെടി എന്താ പറയുന്നത്? ഏറ്റവും ഉയരം വരെ, എന്റെ മാക്സിമം വരെ വളരും, അല്ലെ? ആ മരം അതിന്റെ മാക്സിമം വരെ വളരും. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, എനിക്ക് ഈ ബിസിനസ്സിലൂടെ ഇതാവണം. ആ ഒരു ഐഡിയയിലേക്ക്, ആ ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിയോ? എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളോട് ചോദിക്കണം, നമ്മൾ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്തോ? ഇനി എടുത്തില്ലെങ്കിൽ പേടിക്കണ്ടെന്നേ, സമയം കിടക്കല്ലേ, സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഒരുമിച്ച് നിന്നാ മതി. ലെറ്റ് us ഡു ഇറ്റ് ടുഗദർ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അതിന് വേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിച്ച് ആലോചിച്ച് സംസാരിച്ച് സ്നേഹത്തോടു കൂടിയിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ലെറ്റ് us കം ഔട്ട് ഓഫ് അവർ ഷെൽ ആൻഡ് ഡിലൂഷൻ. പക്ഷെ അതിന് എന്ത് വേണം? ആദ്യം നമ്മൾ ഇപ്പൊ നിൽക്കുന്ന നമ്മുടെ ഷെല്ലിൽ നിന്നും നമ്മുടെ ഡിലൂഷനിൽ നിന്നും നമ്മൾ ഒബ്ജക്റ്റീവ് റിയാലിറ്റിനെ ഫേസ് ചെയ്യണം. ഡിലൂഷൻ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഇത്ര ചെയ്യുന്നുണ്ട്, എനിക്കിപ്പോ ഇത്രയൊക്കെ പറ്റൂ എന്നുള്ളതാണ് ഡിലൂഷൻ. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡിലൂഷൻ. അതിനപ്പുറം നമ്മൾ ചിന്തിക്കുന്നില്ല, അതിനെ പിന്നിലോട്ട് നമ്മൾ പോകുന്നില്ല. ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഡിലൂഷൻ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ, ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാറ്റി ഒബ്ജക്റ്റീവ് റിയാലിറ്റിയിലേക്ക് വരണം. എന്ത് ഒബ്ജക്റ്റീവ് റിയാലിറ്റി? നമ്മളെ കൊണ്ട് ഫിസിക്കലി കൊണ്ടുവരാൻ സാധിക്കുന്ന റിസൾട്ടിനെ നമുക്ക് കാണാൻ സാധിക്കണം. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 5000 PV ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇവിടെ എന്ന് എനിക്കറിയാം. 5000 PV എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സെയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കൺസ്യൂമും കുറച്ച് സെയിലും ചെയ്യുന്നുണ്ടാവും. സെൽഫ് ഐഡിയയിൽ 5000 PV ചെയ്യുന്ന ഒരുപാട് പേര് എനിക്കറിയാം. അവർ ചെയ്യുന്ന ശ്രമത്തെ ഞാൻ ചെറുതാക്കി കാണിക്കല്ല. പക്ഷെ ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ, ആർ വി ഡൂയിങ് എനഫ്? 5000 PV ഒരു മാസം ചെയ്യാന്ന് പറയുമ്പോൾ 30 ദിവസമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ ഹരിച്ചു കഴിഞ്ഞാൽ 166.6666 PV ആണ് പെർ ഡേ നമുക്ക് വരുന്ന എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെ? 166.66 PV ആണ് നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന PV. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 5000 PV പ്രതിമാസം ചെയ്യുന്ന വ്യക്തികളോടാണ് ഞാൻ പറയുന്നത്. 166 PV ആണ് നമ്മുടെ ഒരു ദിവസത്തെ കോൺട്രിബ്യൂഷൻ. ഒരു ആക്റ്റീവ് മെമ്പർ ആണ് നിങ്ങളെങ്കിൽ മിനിമം 8 മണിക്കൂറെങ്കിലും RCM ബിസിനസ്സിൽ പ്രവർത്തിക്കണം. പക്ഷെ കുഴപ്പമില്ല, നമ്മളൊരു 5 മണിക്കൂർ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ 167 PV ഹരിച്ച് 5 കൊണ്ട് ഹരിക്കുക എന്ന് വിചാരിക്കുക, 33 PV ആണ് നമ്മൾ ഒരു മണിക്കൂറിൽ കൊണ്ടുവരുന്നത്. ഇനി ഞാൻ ചോദിക്കുന്നത് ഒറ്റ ചോദ്യമുള്ളൂ, 33 PV മാത്രമേ ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കൂ? ദ ക്വസ്റ്റ്യൻ ഈസ് ഫോർ എവരി വൺ. 33 PV മാത്രമേ ഒരു മണിക്കൂറിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കൂ? ഒരു മണിക്കൂറിൽ 3000 PV കൊണ്ടുവരുന്ന ആൾക്കാരെ എനിക്കറിയാം. അറ്റ് ദ മോസ്റ്റ് ഒരു മണിക്കൂറിൽ 300 PV എങ്കിലും മിനിമം കൊണ്ടുവരുന്ന ആൾക്കാരെ എനിക്കറിയാം. ആ സ്ഥാനത്താണ് നമ്മൾ 33 PV പെർ അവർ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ നമ്മുടെ മാക്സിമം ചെയ്യുന്നുണ്ടോ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നമ്മളോട് ചോദിക്കണം, നമ്മൾ നമ്മുടെ മാക്സിമം ചെയ്യുന്നുണ്ടോ? നമ്മൾ ആർക്ക് വേണ്ടിയാ ചെയ്യുന്നത്? നമുക്ക് വേണ്ടിയിട്ട്. ആര് വളരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമുക്ക് വേണ്ടിയിട്ട്. ആരുടെ അക്കൗണ്ടിൽ കാശ് വരാൻ വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ട്. ആരുടെ ഫ്യൂച്ചർ സെക്യൂർ ആവാൻ വേണ്ടിയിട്ടാ? നമ്മുടെ കുട്ടികളുടെ. അപ്പൊ ചോദ്യം ഇതാണ്, നമ്മൾ 100% എഫേർട്ട് എടുക്കുന്നുണ്ടോ? 5000 PV ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം 2500 PV ചെയ്യുന്ന ആളുണ്ട്. പക്ഷെ ആ കണക്ക് ഞാൻ ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ അയാൾ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്ക് അറിയില്ല. 1500 PV ചെയ്യുന്ന ആളുണ്ട് പെർ മന്ത്, അവരെന്താ ചെയ്യാൻ പോണെന്ന് എനിക്ക് അറിയില്ല. 10,000 രൂപയുടെ ഉൽപ്പന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നടക്കുന്ന കണക്കനുസരിച്ചിട്ട് നമുക്ക് 10,000 രൂപയുടെ സാധനങ്ങൾ ഒരു മാസം ഒരു കുടുംബത്തിന് വേണം. അപ്പൊ ഇത് കൺസെപ്ഷൻ മാത്രമായിട്ടുള്ളൂ. പക്ഷെ ആ കൺസെപ്ഷനിൽ 5000 PV ജനറേറ്റ് ആവുന്ന നമ്മൾ 30 ദിവസം കൊണ്ട് ഹരിച്ചാൽ ഒരു ദിവസത്തെ നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്നത് 1066 PV വരുന്നുള്ളൂ. അത് ഒരു ദിവസത്തെ പ്രവർത്തന സമയമായിട്ടുള്ള 5 മണിക്കൂർ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 33 PV ആണ് ഒരു മണിക്കൂറിൽ വരുന്നുള്ളൂ. 25,000 PV ഒക്കെ ഒരു മാസം ചെയ്യുന്ന തലത്തിലേക്ക് ഉയരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം നിങ്ങൾ ഇത് മനസ്സിലാക്കണം, വി ക്യാൻ ഡു ബെറ്റർ. നമുക്ക് ഇതിനും മികച്ചതായിട്ട് ചെയ്യാൻ പറ്റും. കമ്പനി എന്തുകൊണ്ടാണ് ഡയമണ്ട് ക്ലബ്ബും സൂപ്പർ ഡയമണ്ട് ക്ലബ്ബും സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബും ക്രൗൺ ക്ലബ്ബും കൊണ്ടുവന്നേക്കണേ? എല്ലാവരും 5000 PV ചെയ്താൽ മതി എന്ന് വെച്ചാൽ കമ്പനിക്ക് പിന്നെ ഒരു ക്ലബ്ബ് കൊണ്ടുവന്നാൽ പോരെ?
കമ്പനി അതല്ല പറയുന്നേ. കമ്പനി പറയുന്നത് നിങ്ങൾ ഒരു ഡയമണ്ട് ക്ലബ്ബ് ചെയ്യൂ, നിങ്ങൾ ജീവിതകാലം മൊത്തം ഡയമണ്ട് ക്ലബ്ബ് ചെയ്യൂന്നല്ല. നിങ്ങളുടെ കപ്പാസിറ്റിനെ കൂട്ടൂ. ഒരു തുടക്കത്തിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കുള്ള ചവിട്ടുപടി മാത്രം ഡയമണ്ട് ക്ലബ്ബ്. അവിടെ നിന്ന് സൂപ്പർ ഡയമണ്ട് ക്ലബ്ബിലേക്ക് പോകണം. അവിടെ നിന്ന് നിങ്ങളുടെ കഴിവ് കൂട്ടി സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബിലേക്ക് പോകണം. അവിടെ നിന്ന് നിങ്ങളുടെ കഴിവ് കൂട്ടി ക്രൗൺ ക്ലബ്ബിലേക്ക് പോകണം. ഫോർ അസ് ടു ഗ്രോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. എന്തിനാണ് കമ്പനി ഇത്ര ക്ലബ്ബുകൾ തന്നെ? വെച്ചടി 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 കയറാൻ വേണ്ടിയിട്ട്. അല്ല, ഡയമണ്ട് ക്ലബ്ബ് ഞാൻ അന്നും ചെയ്യുന്നുണ്ട്, ഇന്നും ചെയ്യുന്നുണ്ട്. 8 കൊല്ലം മുന്നേ ഞാൻ ഡയമണ്ട് ക്ലബ്ബ് തുടങ്ങിയതാണ്, ഇപ്പോഴും ഡയമണ്ട് ക്ലബ്ബാണ് ചെയ്യുന്നത്. എവിടെ സ്കില്ല് കൂടിയേ? എവിടെ നിങ്ങളുടെ എഫേർട്ട് കൂടിയേ? ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ സ്ലൈഡിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. ഇതിൽ ഞാൻ അവസാനം ഒരു ചോദ്യം ചോദിച്ചിട്ട്, 33 PV ഒരു മണിക്കൂറിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് കൂടുതലാണോ കുറവാണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിനപ്പുറം ഞാൻ ഒന്നും പറയുന്നില്ല. 5000 PV എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്മീഷൻ മേടിക്കാനുള്ള ബേസിക് ലെവൽ മാത്രമാണ്. ആ ലെവലിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഡയമണ്ട് ക്ലബ്ബ് കൊണ്ടുവന്നത്. പക്ഷേ അവിടെ നിന്ന്, അവിടെ കിടന്ന്, അവിടെ ഉറങ്ങി തീർക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. അവിടെ നിന്ന് ഉയരണം. നിങ്ങൾ സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനോട് ഇത് ചെയ്യാൻ പറയാൻ പറ്റും. നിങ്ങൾ സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്താൽ നിങ്ങളുടെ ടീമിനോട് നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ ക്രൗൺ ക്ലബ്ബാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ടീമിനോട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആൾക്ക് ടീമിനോട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2500 PV വരുള്ളൂ. ബിക്കോസ് യു ആർ ഓൺലി ഡൂയിങ് ഡയമണ്ട് ക്ലബ്ബ്. ഐ അർജ് ഈച്ച് ആൻഡ് എവരി വൺ ടു റൈസ് എബോവ് യുവർ സ്റ്റാൻഡേർഡ്സ്. നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ കാലിബറിനും അപ്പുറം നിങ്ങൾക്ക് വളരാൻ സാധിക്കും. അതിനുള്ള പ്രസ്ഥാനമാണ് RCM എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ ഏത് ആക്ടിവിറ്റിയിലാണ് എൻഗേജ്ഡ് ആവേണ്ടത്? PV ജനറേറ്റിംഗ്, റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി അല്ലാതെ വേറെ ഒരു കാര്യത്തിൽ നമ്മൾ എൻഗേജ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് എൻഗേജ് ഇൻ നോൺ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി. ഓൾവേസ് എൻഗേജ് ഇൻ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി. എന്താണ് ജനറേറ്റ് ചെയ്യുക ഇൻകം, എന്താണ് ജനറേറ്റ് ചെയ്യുക PV, എന്താണ് ജനറേറ്റ് ചെയ്യുക റവന്യൂ, അതിൽ മാത്രം ഇൻവോൾവ് ആയിരിക്കുക. ഗോസിപ്പുകൾക്ക് പോകരുത്, കംപ്ലൈന്റുകൾക്ക് പോകരുത്, ക്രിറ്റിസൈസ് ചെയ്യാൻ പോകരുത്. അതിൽ നിന്നൊന്നും PV ജനറേഷൻ വരില്ല. എവിടെ വർക്ക് കൊടുത്താലാണ് PV ജനറേറ്റ് ആവുക, എവിടെ വർക്ക് കൊടുത്താലാണ് കാശ് വരിക, അത് വെച്ച് മാത്രം നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കൂ. മിറാക്കിൾസ് വിൽ ഹാപ്പൻ. നമ്മുടെ ശ്രദ്ധ വേറെ പല സ്ഥലത്താണ്. ഒരാളെ കുറ്റം പറയുന്നു, നമ്മളും കയറി അയാളെ പറ്റി ശരിയാണ്, അയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞ് കുറെ നേരം 1.5 മണിക്കൂർ അയാളെ പറ്റി പറഞ്ഞിട്ടും മൊത്തം ഫ്രസ്ട്രേഷൻ അങ്ങോട്ട് തീർക്കുകയാണ്. വാട്ട് ഈസ് ദ യൂസ്? സന്തോഷ് നായർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ PV ജനറേറ്റിംഗ് ആക്ടിവിറ്റി, ദാറ്റ് ഈസ് നോട്ട് എ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി. അത് വേറെ ഒരാളെ കൊണ്ട് ഓടിപ്പിച്ചാൽ ആ സമയം നിങ്ങൾക്ക് ബിസിനസ് വളർത്താൻ ഉപകാരപ്പെടാം. ദാറ്റ് ഈസ് എ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി. നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യൂ. അനലൈസ് ചെയ്ത് നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആണോ അതോ നോൺ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആണോ എന്നുള്ളത്. സ്മോൾ മൈൻഡ്സ് ഡിസ്കസ് ഗോസിപ്പ്. ചെറിയ മനസ്സുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നത്? അവർ ഗോസിപ്പുകളുടെ പിന്നാലെ പോകും. ഗുഡ് മൈൻഡ്, അത്യാവശ്യം മികച്ച ചിന്താഗതിയുള്ള മൈൻഡ് സെറ്റ്, അവരെന്ത് ചെയ്യും? ഈവെന്റുകളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷെ ഗ്രേറ്റ് മൈൻഡ്സ് ഡിസ്കസ് അബൌട്ട് ഐഡിയാസ്. അല്ലെ, പവർഫുൾ ആയിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവർ ഐഡിയാസിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുക. അവർക്ക് ഗോസിപ്പിന് വേണ്ടി സമയമൊന്നുമില്ല, ക്രിറ്റിസൈസിന് വേണ്ടിയിട്ട് സമയമൊന്നുമില്ല. അവരെന്ത് ചെയ്യും? ഗ്രേറ്റ് ഐഡിയാസ്, ഗ്രേറ്റ് ഐഡിയാസ്. ഇത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആക്ടർ ഡെൻസിൽ വാഷിംഗ്ടൺ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. സോ ഡോണ്ട് എൻഗേജ് ഇൻ നോൺ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി. ഏതെന്നാണോ റവന്യൂ ജനറേറ്റ് ആവുന്ന ആ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. അല്ലാത്തതിന് നിങ്ങൾ വഴുതി മാറുകയെന്നേ. ഇപ്പൊ ഇന്ന് എമ്പുരാൻ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്തു. ഞാൻ മോഹൻലാലിന്റെ ഭയങ്കര ആരാധകനാ. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു നല്ല സിനിമ ചെയ്യാന്നൊരു വിശ്വാസം ഉണ്ട് എനിക്കത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് എ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി. ദാറ്റ് ഈസ് നോട്ട് ദ പ്രിയോറിറ്റി റൈറ്റ് നൗ. ദിസ് ഈസ് മാർച്ച് മന്ത്. ഇത് മാർച്ച് മാസം. ഈ മാർച്ച് മാസത്തില് എന്റെ പ്രിയോറിറ്റി ആരോ കൊള്ളൂല എഴുതിയിട്ട് പബ്ലിക്കായിട്ട് പറയണ്ട. സോ ഈ മാർച്ച് മാസത്തില് എന്റെ പ്രിയോറിറ്റി എന്താണ്? എന്റെ ആക്ടിവിറ്റി എവിടെയാണ് വരേണ്ടത്? റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റിയാണ് ഈ മാസം. ഞാൻ അതിനല്ലേ ഫോക്കസ് കൊടുക്കണ്ടേ? അതവിടെ ഉണ്ടാവും. അതിപ്പോ ഒരു 10-20 ദിവസം കഴിഞ്ഞ് കണ്ടാലും പടം തന്നെ, ഇന്ന് കണ്ട പടം തന്നെ അന്നും കാണാമുള്ളൂ. പക്ഷേ വി ഹാവ് ടു തിങ്ക് ദാറ്റ് നമ്മൾ ഏത് ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. നോൺ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആണോ നമ്മൾ ചെയ്യുന്നത് അതോ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് അടുത്തൊരു പോയിന്റ്, ഓഫറുകൾ എടുക്കുക. ഗുട്ടോട്ടിന്റെ ഓഫർ ജനുവരി തൊട്ട് മാർച്ച് മാസത്തിലുണ്ട്. ഡിജിറ്റൽ സെലിബ്രേഷൻ 500 PV വെച്ചിട്ട് എല്ലാ വീക്കും ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ഡിജിറ്റലി കാണിക്കുന്നുണ്ട്. അവർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. 3000 PV ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചിട്ട് 5000 PV ചെയ്യുന്നവർക്ക് അതനുസരിച്ചിട്ട് 7500 ചെയ്യുന്നവർക്ക് അതനുസരിച്ച് 12000 PV ചെയ്യുന്നവർക്ക് അവർക്കൊരു വേസ്റ്റ് കോട്ട് അടക്കം കിട്ടും.
ന്യൂട്രിചാർജ് വുമൺ ഒക്ടോബർ തൊട്ട് മാർച്ച് എല്ലാം ഈ മാർച്ചിൽ അവസാനിക്കും. ആ മാർച്ച് മാസത്തെ ഓഫർ 30 ചെയ്യുന്നവർക്ക്, 60 ചെയ്യുന്നവർക്ക്, 100 ചെയ്യുന്നവർക്ക്, 200 ചെയ്യുന്നവർക്ക്, 300 ചെയ്യുന്നവർക്ക് അതനുസരിച്ചിട്ട് ഉടാൻ 2500 സെൽഫ് മറ്റേ എന്താ പറയാ DP റേറ്റിൽ സെൽഫ് ഐഡിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉടാൻ, അതായത് കീസോളിനെയും വ്യൂമിനെയും സംബന്ധിച്ചുള്ള 12 ദിവസത്തെ ക്ലാസ് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ അവർക്ക് നല്ലൊരു ട്രെയിനറായിട്ട് മാറാൻ സാധിക്കും. തുളസി പെയിന്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഓഫറാണ് ഒരു ബോട്ട് യാത്ര അല്ലെ. 15,000 BV ചെയ്യുന്ന ആൾക്ക് സിംഗിൾ എൻട്രി, 25,000 BV ചെയ്യുന്ന ആൾക്ക് കപ്പിൾ എൻട്രി, 50,000 BV ചെയ്യുന്ന ആൾക്ക് കപ്പിൾ എൻട്രി, പിന്നെ ഫാൻഡക്കും കിട്ടും, പിന്നെ കുറെ കാര്യങ്ങൾ കിട്ടും. നിങ്ങൾ ഓഫറുകളൊക്കെ ഓൾറെഡി കേട്ടതാണ്, പക്ഷെ ഞാൻ വീണ്ടും പറയാണ്, ഓഫറുകൾ എടുക്കുക. ഇതൊക്കെ ഇതിൽ 3 മാർച്ചിൽ എക്സ്പയർ ആവുന്ന ഓഫറുകളാണ്. ഗുഡ് ഡോട്ടിന്റെ, ന്യൂട്രിചാർജ് വുമന്റെ, അതേപോലെ തന്നെ തുളസി പെയിന്റിന്റെ. അപ്പൊ ഈ മാസം നിങ്ങളുടെ ടീമിൽ അത് ചെയ്യാനുള്ള ആൾക്കാരെ നിങ്ങൾ ഇന്ന് തന്നെ നോക്കുക, അവരൊന്ന് ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളും ചെയ്യുക. ആൻഡ് ഷോപ്പ് ഓണേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് എക്സ്ട്രാ കമ്മീഷൻ ഇൻസെന്റീവ് സ്കീം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂലൈ 2024 എല്ലാ PUC, KSO, വണ്ടർ വേൾഡ് ക്യുക്കിന് 2% എക്സ്ട്രാ കമ്മീഷൻ നോൺ FMCG ഉൽപ്പന്നങ്ങൾക്ക് കിട്ടാനുള്ള ഒരു അർഹതയുണ്ട്. അത് ഈ 31 മാർച്ച് വരെ ഉള്ളൂ. അത് എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് അതിന്റെ അണ്ടറിൽ വരുന്നത്? കീസോണിന്റെ എൻറ്റയർ റേഞ്ച്, വ്യോമിനി, പേരിറ്റ്, നമുക്കറിയാം ഷൂസിന്റെ എൻറ്റയർ റേഞ്ച്, ഒത്തൻസ ബ്രാൻഡിന്റെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള ഡ്രസ്സ്, ഗാർമെന്റ്സ്, സോക്സ്, വാളറ്റ്, പേഴ്സ്, ബെൽറ്റ്, ടൈ, കഫ്ലിങ്സ്, ഇതൊക്കെ ഈ ഒരു ഓഫറിൽ പെടുന്നതാണ്. ഇത് ശ്രദ്ധിക്കണം, PUC ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, KSO ഓണേഴ്സിന് വേണ്ടിയിട്ടും കൂടിയുള്ളതാണ്. ടു അവൈൽ ബെനിഫിറ്റ് ഓഫ് 1 to 2% എക്സ്ട്രാ ഇൻസെന്റീവ്. അതായത് കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും ഇവർ നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് 1 തൊട്ട് 2% വരെ എന്ത് കിട്ടും? ഇൻസെന്റീവ് ഈ ക്വാർട്ടറിൽ അവർക്ക് കിട്ടും. ഒറ്റ കണ്ടീഷനുള്ളൂ, മിനിമം പർച്ചേസ് ഓഫ് PUC, KSO, വണ്ടർ വേൾഡ് ക്യുക്ക് ലാസ്റ്റ് ക്വാർട്ടർ ഷുഡ് ബി 30,000. മിനിമം 30,000 നോൺ FMCG ഉൽപ്പന്നങ്ങളുടെ പർച്ചേസ് ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ ഇത് ചെറിയ അതിന്റെ ഒരു കാൽക്കുലേഷൻ ആണ്. 1 തൊട്ട് 2% ഇൻസെന്റീവ് എലിജിബിലിറ്റി ഓൺ നോൺ FMCG പർച്ചേസ്. പ്രീവിയസ് ക്വാർട്ടറിൽ 34,862 എന്താ പറയാ, ഇതാണ് നോൺ FMCG ഉൽപ്പന്നങ്ങളാണ് പർച്ചേസ് ചെയ്തത്. കറന്റ് ക്വാർട്ടറിൽ 22,986 ആയിട്ടുള്ളൂ. അപ്പൊ 10% വർധനവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും 10% വർധനവ് ഈ ക്വാർട്ടറിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് 34,862 ആയിരുന്നു ആ സമയത്ത്, ഈ ക്വാർട്ടറിൽ 10% പറയുമ്പോൾ 38,348 വന്നു കഴിഞ്ഞാൽ 1% എക്സ്ട്രാ ഇൻസെന്റീവ് അവർക്ക് കമ്മീഷനിൽ കിട്ടും. അതേപോലെ 20% വർധനവ്, അതായത് അന്ന് 34,862 ആയിരുന്നു, 20% വർധനവ് എന്ന് പറഞ്ഞാൽ 41,834 അവർ ഈ ക്വാർട്ടർ അവസാനിക്കുന്നുള്ളിൽ നോൺ FMCG ഉൽപ്പന്നങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ റേഞ്ചിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് 2% ഇൻസെന്റീവ് കിട്ടും. അപ്പൊ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കിട്ടും. ആൾക്കാർ PUC, വണ്ടർ വേൾഡ് ക്യുക്ക്, വണ്ടർ വേൾഡ്, KSO, ഇവരോടാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കണം. മാർച്ച് 31 വരെയാണ് ഇത് അവസരമുള്ളത്, നിങ്ങൾ മിസ്സാക്കരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇവിടെ അതിന്റെ കറക്റ്റ് ഡാറ്റയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മിസ്സിംഗ് ഉണ്ടെങ്കിൽ, ഇത്രയും കുറവുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഇൻസെന്റീവിന് അർഹതയുണ്ട്, അത് മിസ്സാക്കരുത്. ഓക്കെ. ആൻഡ് ഫൈനലി ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുക, പുതിയ ആൾക്കാരെ കാണുക. ബിസിനസ് വളർത്താൻ വളരെ സിമ്പിൾ ആണ്. പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുക, പുതിയ ആൾക്കാരെ പോവുക, കാണുക, അത്രേ ഉള്ളൂ. നാളെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലേ? വണ്ടി എടുക്കുക, കോഴിക്കോട് പോവുക, ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കുക, 10-12 രൂപ വരുന്നുള്ളൂ, കോഴിക്കോട് ഇറങ്ങുക, അങ്ങാടിയിൽ ഇറങ്ങുക, കുറച്ച് പേരെ ഒന്ന് സംസാരിക്കുക, കാര്യം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ നേ. ഗോ ടു ന്യൂ പ്ലേസസ്, മീറ്റ് ന്യൂ പീപ്പിൾ, അത്രേ ഉള്ളൂ. പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുക, പുതിയ ആൾക്കാരെ കാണുക, നിങ്ങളുടെ നെറ്റ്വർക്ക് എന്ത് ചെയ്യുക? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളർത്തുക. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, റിമെമ്പർ ഹൂ യു വാണ്ട് ടു ബി. റിമെമ്പർ ഹൂ യു വാണ്ടഡ് ടു ബി. നിങ്ങൾ ആരാവണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വന്നേന്നുള്ളതൊന്ന് ആലോചിക്കുക. നിങ്ങൾ ഇതുവരെ ആരായി മാറി എന്നുള്ളതൊന്ന് ചിന്തിക്കുക. ഈ 2 കാര്യങ്ങളും ആണ് നിങ്ങളുടെ വിജയത്തിനുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുക. റിമെമ്പർ ഹൂ യു വാണ്ടഡ് ടു ബി. ഈ ബിസിനസ്സിൽ വരുമ്പോൾ നിങ്ങൾ ആരാവണം എന്നാണോ ആഗ്രഹിച്ചത്, ആൻഡ് ബി ഹൂ യു വാണ്ട് ടു ബി. നിങ്ങൾ ആരാവണം, അതായേ തീരൂ എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ ലൈഫിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. മാർച്ച് മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന്റെ മാസമായിട്ട് മാറട്ടെ. ഇത്രയും ക്ഷമയോട് കൂടിയിട്ട് ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ട നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒപ്പം തന്നെ 2025 നമുക്കറിയാം, കമ്പനി 25 കൊല്ലം തികയ്ക്കുകയാണ്. കമ്പനി എല്ലാ കൊല്ലവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഉൽപ്പന്നങ്ങൾ വരും, പുതിയ ആൾക്കാർ വരും. 4 കോടിയിൽ നിന്ന് 8 കോടിയായിട്ട് മാറും, 12 കോടിയായിട്ട് മാറും, 50 കോടിയായിട്ട് മാറും. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഇത് ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് ഇത് മാറും. പക്ഷെ ആ സമയത്ത് ഈ വരുന്ന ജനങ്ങളൊക്കെ നമ്മുടെ കൂടെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. ആ ഉത്തരവാദിത്തത്തെ ഒന്നും കൂടിയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ നിർത്തുന്നു. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്.
താങ്ക് യു ബിനു സാർ, താങ്ക് യു മൂർത്തി സാർ, താങ്ക് യു രാജൻ സാർ. താങ്ക് യു സർ, താങ്ക് യു.